Good morning, students. Welcome to a Dream Classroom. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 3 ആണ്. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ ബ്ലോക്ക് 2ലെ യൂണിറ്റ് 3 ദ ബൈൻഡിങ് വൈൻ തീംസ്. എന്താണ് ബൈൻഡിങ് വൈനിലെ തീമാണ് ഇനി നമ്മൾ നോക്കാം. കഴിഞ്ഞത് എന്താണ് സമ്മറി അനാലിസിസ് ആയിരുന്നു കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. 4 പാർട്ടിൻ്റെ സമ്മറി പറഞ്ഞു, പിന്നെ അതിൻ്റെ ഓരോരോ അനാലിസിസുകൾ, പ്ലോട്ട്, സ്ട്രക്ചർ, പോയിന്റ് ഓഫ് വ്യൂ, സ്ട്രീം ഓഫ് കോൺഷ്യസ്, ടെക്നിക്ക്, ഈ കാര്യങ്ങളായിരുന്നു നാം പറഞ്ഞത്. ഇനി എന്താണ് നോക്കാൻ പോകുന്നത്, ദ ബൈൻഡിങ് വൈൻ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിലെ തീമുകളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. തീം എന്താണ്? തീം ഓഫ് റേപ്പ് ഉണ്ട്, തീം ഓഫ് ഫെമിനിസം ഉണ്ട്, തീം ഓഫ് ലവ്, മാരേജ്, സെക്സ്, തീം ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് തീം എന്ന് പറഞ്ഞാൽ? എന്താണ് തീം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൻട്രൽ ഐഡിയ ഓഫ് നോവൽ. ഒരു നോവലിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയുടെ സെൻട്രൽ പാർട്ടാണ് തീം എന്ന് പറയുന്നത്. പക്ഷെ അതെന്താണ്? അതല്ല സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആ സ്റ്റോറിയിലുള്ള ആ ഒരു കഥയിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം അതാണ് എന്ത് തീമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്താണ്? തീം ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് നോവൽ. ഇറ്റ് ഈസ് ആർഗ്യുമെന്റ് ഓർ എൻ ഇഷ്യൂ അറൗണ്ട് വിച്ച് ദ സ്റ്റോറി റിവോൾവ്സ്. എന്താണ്? അതല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആവാം കേട്ടോ. എന്താണ് തീംസ് എന്ന് പറഞ്ഞാൽ? ദ ബൈൻഡിങ് വൈൻ ഹാസ് എ സെവറൽ തീംസ് ദാറ്റ് ക്യാൻ ബി ബ്രോഡ്ലി സെപ്പറേറ്റഡ് ഫോർ ഡിസ്കഷൻ, സച്ച് ആസ് തീം ഓഫ് റേപ്പ്, human relationship, women's bonding, and death and fear. The theme of death and agony runs as the current all through the novel. എന്താണ്? തീം ഓഫ് ഡെത്തും അഗണിയാണ് മെയിൻ ആയിട്ട് ഇതിലുള്ള തീമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ എന്താണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് തീമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്? തീം ഓഫ് റേപ്പ്. തീം ഓഫ് റേപ്പിൽ ശശി ദേശ്പാണ്ഡെ പറയുന്നുണ്ട് എന്ത്, ഒരു റിയൽ ഇൻസിഡൻസിൻ്റെ ബേസിസിലാണ് ഈ ഒരു തീം ഈ ഒരു സ്റ്റോറിയിലേക്ക് ഈ ഒരു തീം, അതായത് റേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള തീം ഈ ഒരു സ്റ്റോറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇൻ ഹർ ഇൻ്റർവ്യൂ വിത്ത് ലക്ഷ്മി ഹോൾസ്ട്രോം, ശശി ദേശ്പാണ്ഡെ നരേറ്റ് ഹൗ ഷീ ചാൻസ്ഡ് അപ്പോൺ ദ തീം ഓഫ് റേപ്പ് ഫോർ ഹർ ന്യൂ നോവൽ ദ ബൈൻഡിങ് വൈനിലേക്ക് എങ്ങനെയാണ് ശശി ദേശ്പാണ്ഡെ റേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള തീം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ആരോട് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ ലക്ഷ്മി ഹോൾസ്ട്രോമിനോട് ശശി ദേശ്പാണ്ഡെ നരേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഷീ റിലേറ്റ് ആൻ ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ എ ഹോസ്പിറ്റൽ വേർ ഹർ ഹസ്ബൻഡ് വാസ് വർക്കിംഗ്. എന്താണ്? ശശി ദേശ്പാണ്ഡെ ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞു. ശശി ദേശ്പാണ്ഡെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. അപ്പം എന്താ, ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നടന്ന ഒരു സംഭവത്തിന് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു തീം, കൽപ്പനയുടെ റേപ്പ് എന്ന് പറഞ്ഞുള്ള തീം ബൈൻഡിങ് വൈനിലേക്ക് ശശി ദേശ്പാണ്ഡെ കൊണ്ടുവരുന്നത്. എന്താണ്? ദർ വേർ സ്റ്റേയിങ് നെക്സ്റ്റ് ടു ദ നേഴ്സസ് ക്വാർട്ടർ അറ്റ് ദ ടൈം. എന്താണ്? അവിടെ ഒരു നേഴ്സുമാർ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ദാറ്റ് ദർ വാസ് എ പെർട്ടിക്കുലർ നേഴ്സ് ഹൂം ദേ യൂസ്ഡ് ടു സീ കമ്മിങ് ആൻഡ് ഗോയിങ് എവരിഡേ. എന്താണ്? അവിടെ ഒരു പെർട്ടിക്കുലർ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു, ഡെയിലി വരികയും പോവുകയൊക്കെ ചെയ്തിരുന്ന ആ ഒരു ക്വാർട്ടേഴ്സിലേക്ക്. എന്താണ്? ഷീ വാസ് എ വെരി പ്രട്ടി ആൻഡ് അട്രാക്റ്റീവ് വിമൺ, റേഡിയൻ കൈൻഡ് ഓഫ് പേഴ്സൺ. എന്താണ്? ആ ഒരു നേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം ഭംഗിയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റേഡിയൻറ്റ് കൈൻഡ് ഓഫ് ഒരു പേഴ്സൺ ആയിരുന്നു ആ ഒരു നേഴ്സ്. ഷീ വാസ് റേപ്ഡ് ആൻഡ് വാസ് ഫൗണ്ട് ലൈങ് അൺകോൺഷ്യസ് ഇൻ ദ ബേസ്മെൻറ്റ് ഓഫ് വൺ ഓഫ് ദ ഹോസ്പിറ്റൽസ് ബിൽഡിംഗ്. എന്താണ്? ഷീ നെവർ റിക്കവേർഡ് കോൺഷ്യസ്നെസ്. എന്താണ്? ഒരു ഭംഗിയുള്ള സുന്ദരിയായിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റേഡിയൻ കൈൻഡ് ഓഫ് ബിഹേവിയർ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടുള്ള ഒരു നേഴ്സിനെ എന്താണ് കണ്ടെത്തി. എങ്ങനെ? ബേസ്മെൻറ്റിൽ, ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ ഒരു ബേസ്മെൻറ്റിൽ അൺകോൺഷ്യസ് ആയിട്ട് റേപ്പ് ചെയ്തിട്ടുള്ള ഒരു നിലയിൽ കണ്ടെത്തി. എന്താണ്? ഷീ നെവർ റിക്കവേർഡ് കോൺഷ്യസ്നെസ്. ഇതാണ് ഒരിക്കലും പിന്നെ ആ ഒരു അവൾക്ക് സ്വബോധത്തിലേക്ക് തിരിച്ചു വരാൻ ആ നേഴ്സിന് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവമാണ് നമ്മളുടെ സ്റ്റോറിയിൽ, ദ ബൈൻഡിങ് വൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയിൽ ശശി ദേശ്പാണ്ഡെ കൽപ്പനയുടെ കുറച്ച് കാര്യങ്ങളും സ്റ്റോറിയായിട്ട് നരേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൽപ്പനയുടെ സ്റ്റോറി അല്ലെങ്കിൽ കൽപ്പനയുടെ റേപ്പ് കേസ് വന്നിട്ടുള്ളത് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നാണ് കേട്ടോ. നഴ്സ് വെരി പ്രട്ടി അട്രാക്റ്റീവ് റേഡിയൻ കൈൻഡ് ഓഫ് പേഴ്സൺ, ഷി വാസ് റേപ്ഡ് ആൻഡ് ലൈങ് അൺകോൺഷ്യസ് ഇൻ ദ ബേസ്മെന്റ് വൺ ഓഫ് ദ ഹോസ്പിറ്റൽ ബിൽഡിംഗ്. എന്താണ്? റൈറ്റർ ടാക്കിൾസ് ദ പ്രോബ്ലംസ് ഫ്രം 2 dimensions. എന്താണ്? ഇവിടെ നമ്മൾ ശശി ദേശ്പാണ്ഡെ എന്താണ് രണ്ട് ഡയമെൻഷനിൽ ഈ പ്രോബ്ലത്തെ ടാക്കിൾ ചെയ്യുന്നത്. എന്താണ്?
along with Kalpana's case. She takes up the case of Meera. എന്താണ് റേപ്പ് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ നോവല് രണ്ട് തരത്തിലാണ് ശശി ദേശ്പാണ്ഡെ കാണിച്ചു തരുന്നത്. ഒന്ന് റിയൽ ആയിട്ട് നടക്കണ, അതായത് റിയൽ ആയിട്ട് എന്നല്ല, കൽപ്പനയുടെ റേപ്പ് കേസ് ബിഫോർ മാരേജ്. ആഫ്റ്റർ മാരേജ് നടക്കുന്ന റേപ്പാണ് മീരയുടെ കേസ്. രണ്ടും എന്താണ് റേപ്പാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് രണ്ടും റേപ്പാണ്. പക്ഷേ സൊസൈറ്റിക്ക് എന്താണ് മീരയുടെ കേസ് എന്ന് പറഞ്ഞത് റേപ്പല്ല, കൽപ്പനയുടെ കേസാണ് റേപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് രണ്ട് ഡയമെൻഷൻ, രണ്ട് രീതിയിലാണ് റേപ്പിനെ ഇവിടെ ശശി ദേശ്പാണ്ഡെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. റേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വയലൻസ് ടു വൺസ് ബോഡി, ഇൻസൾട്ട് ടു വിമൺ ആൻഡ് വിമൺ. എന്താണ് റേപ്പ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കാണിക്കുന്ന വയലൻസിനെയാണ് റേപ്പ് എന്ന് പറഞ്ഞത്. ക്രൂരതേനെയാണ് എന്താ റേപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഇൻസൾട്ട് ടു വിമൺ ആൻഡ് വിമൺ. എന്താണ് അതൊരു ഈ റേപ്പ് എന്ന് പറഞ്ഞ സംഭവം സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു സ്ത്രീത്വത്തിനോ ഒരു ഇൻസൾട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ കടന്ന് ആക്രമിക്കുകയാണ് ഒരു പുരുഷൻ. അതിനെ എന്താണ് അവർക്കൊരു അവരുടെ സ്ത്രീക്കൊരു ഇൻസൾട്ട് ആണെന്നാണ് പറയുന്നത്. റേപ്പ് ഈസ് ഫോഴ്സ്ഡ് സെക്സ് വിത്തൗട്ട് വിമൺസ് കൺസെന്റ്. എന്താണ് സ്ത്രീകളുടെ കൺസെന്റ് ഇല്ലാതെ ഫോഴ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സെക്സിനെയാണ് എന്ത് റേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കൺസെന്റ് ഇൻ ദ കേസ് ഓഫ് മാരീഡ് വിമൺ. എന്താണ് മാരീഡ് വിമണിന്റെ കേസിലും മാരീഡ് അല്ലാത്ത വിമണിന്റെ കേസിലും കൺസെന്റ് എന്താണ് വ്യത്യാസമാണ് അല്ലെ. മീര ആൻഡ് കൽപ്പന, 2 ആംഗിൾസ്. എന്താണ് മീരേനെ കൽപ്പനേനെ നമുക്ക് 2 ആംഗിളിൽ കാണാൻ സാധിക്കും അല്ലെ. കൽപ്പനാസ് കേസ് ക്രിയേറ്റ് an atmosphere of anger and helplessness. എന്താണ് കൽപ്പനയുടെ കേസ്? കൽപ്പന എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്ത ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. എന്താണ് അവളെ സംബന്ധിച്ച് എന്താണ് അവളുടെ ആ ഒരു കേസ് എന്ന് പറഞ്ഞത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്താണ് ഒരു നമ്മളെ ചുറ്റുപാടും ഒരു ദേഷ്യം, അതേപോലെ ഒരു ഹെൽപ്ലെസ്, ഒരു ദയനീയ അവസ്ഥയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് കൽപ്പനയുടെ റേപ്പ് കേസ്. ഷീ ഈസ് ബ്രോട്ട് ടു ദ ഹോസ്പിറ്റൽ ഇൻ എ കോമ. ആൻഡ് കോമ എന്ന് പറഞ്ഞത് എന്താണ് ഒരു ഡെഡ് ലൈവ് കണ്ടീഷൻ. എങ്ങനെയാണ് കൽപ്പനേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്? ഒരു കോമ സ്റ്റേജിലാണ് കൽപ്പനേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. കോമ എന്ന് പറഞ്ഞാൽ എന്താണ് ഡെഡ് അലൈവ് കണ്ടീഷൻ. ജീവനുണ്ട് പക്ഷെ മരിച്ച നിലയിൽ കിടക്കുന്ന അവസ്ഥയാണ് കോമ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് കൽപ്പന ഇപ്പം എങ്ങനെയാണ് ജീവൻ ഉണ്ടെങ്കിലും മരിച്ച നിലയിൽ കിടക്കുന്ന ഒരവസ്ഥ, ഒരു റേപ്പ് കൊണ്ട് സംഭവിച്ച ഒരവസ്ഥയാണ് കൽപ്പനയ്ക്ക് അല്ലേ. അവളുടെ ബാക്കിയുള്ള ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു ഒരൊറ്റ റേപ്പ് കാരണം. എന്താണ് ഉർമി ഫീൽസ് സോറി ഫോർ കൽപ്പന ആൻഡ് ഹെൽപ്പ് ഹെർ മദർ. എന്താണ് ഉർമി ഞാൻ നേരത്തെ സ്റ്റോറി പറഞ്ഞപ്പോൾ പറഞ്ഞു ഉർമിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള വാന ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ സോഷ്യൽ വർക്കറാണ്. അതുകൊണ്ട് അവളെ വാനനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഉർമി പോയപ്പോഴാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അപ്പോഴാണ് ഈ ഇൻസിഡൻറ്റിനെ പറ്റി അറിയുന്നത്. പിന്നെ അത് അവൾ ഡോക്ടറോടും പിന്നെ പോലീസിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ് ഇതിൻ്റെ സത്യം ഉർമി പുറത്തു കൊണ്ടുവരുന്നത്. അത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാണ്ട് herself feels sorry and helps her mother. കൽപ്പനയുടെ മദറിനെ ഉർമി ഹെൽപ്പ് ചെയ്യാണ്. Urmi comes to know the case when she goes to the hospital to meet Ivana, her sister-in-law, who is medical social worker there. Urmi feels sorry for the victim and tries to help Shakute, Kalpana's mother. Since Kalpana is not in the position to tell us exactly happened to her. എന്താണ് കൽപ്പനയ്ക്ക് പറയാൻ കഴിയില്ല. കാരണം കൽപ്പന കോമ സ്റ്റേജ്, ഈ ഒരു റേപ്പിന് ശേഷം കോമ സ്റ്റേജിൽ കിടക്കണം. അതുകൊണ്ട് കൽപ്പനയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് പറയാൻ കഴിയില്ല. അപ്പം എന്താണ് അവളുടെ അമ്മയായ ഷക്കുതയാണ് അത് സമ്മറൈസ് ചെയ്ത് കൊടുക്കണേ. എന്താണ് കൽപ്പന വാസ് കമ്മിങ് ഫ്രം ഹെർ വർക്ക്. എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്? പ്രഭാകർ, അതായത് അവളുടെ അമ്മയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് ഇവൾക്ക് ഇങ്ങനെ വരുത്തി വെച്ചത്. അതിൻ്റെ റിജക്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ. അപ്പം എന്താണ് കൽപ്പന വാസ് കമ്മിങ് ഫ്രം ഹെർ വർക്ക്. ഇറ്റ് വാസ് ഡാർക്ക്. ഇൻ വൺ ഓഫ് ദ ഡാർക്ക് സ്ട്രീറ്റ് സംവൺ അറ്റാക്ക്ഡ് ഹെർ ആൻഡ് റേപ്ഡ് ഹെർ ആൻഡ് ലീവിങ് ദ അൺകോൺഷ്യസ് ഗേൾ റാൻ അവേ. എന്താണ് ഒരു ദിവസം കൽപ്പന വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഇരുട്ട് ആയിട്ടുള്ള ഒരു സമയത്തായിരുന്നു. അങ്ങനെ സ്ട്രീറ്റിൽ വെച്ച് അവളെ പിടിച്ച് ഉപദ്രവിച്ച് അങ്ങനെ ആ ഒരു അൺകോൺഷ്യസ് നിലയിൽ അവിടെ ഉപേക്ഷിച്ച് പോരുകയാണ് ഈ ഒരു റേപ്പ് ചെയ്ത ആള്.
എന്താണ് ആരാന്ന് ഇവിടെ പറയണില്ല കേട്ടോ. ഇപ്പം കൽപ്പന കനോട്ട് ടെൽ us the name or description of the culprit. കൽപ്പനയ്ക്ക് ആരാണ് തന്നെ അവളെ എങ്ങനെ ചെയ്തതെന്ന് പറയാൻ അവളെ കൊണ്ട് കഴിയില്ല, കാരണം ഷീ ഈസ് ഇൻ കോമ സ്റ്റേജിൽ കിടക്കാണ്. ബട്ട് സ്ലോലി ഇറ്റ് ബിക്കം ക്ലിയർ ദാറ്റ് ഇറ്റ് വാസ് പ്രഭാകർ ഹെർ സുലു മൗസീസ് ഹസ്ബൻഡ്. എന്താണ് പതിയെ ഇത് മനസ്സിലായി, എന്ത് സുലുവിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള പ്രഭാകരാണ് ഇത് ചെയ്തത് എന്ന് മനസ്സിലായി. എന്താണ് അവളെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവൾ റിജക്റ്റ് ചെയ്തതിൻ്റെ ദേഷ്യത്തിലാണ് അവളോട് ഈ കാര്യം ചെയ്തത്. കൽപ്പന വാസ് യങ്. Sulu's husband Prabhakar do this cruelty to Kalpana because she reject him. Sulu and Prabhakar had no children. എന്താണ് സുലുവിനും പ്രഭാകറിനും കുട്ടികളൊന്നുമില്ല അല്ലേ? അതുകൊണ്ട് എന്താണ് സുലു ആൻഡ് പ്രഭാകർ ഹാഡ് നോട്ട് ചിൽഡ്രൻ. സിൻസ് പ്രഭാകർ ലൈക്ക്ഡ് കൽപ്പന, സുലു വാണ്ടഡ് ടു ഹിം ടു മാരി. എന്താണ് പ്രഭാകറിന് കൽപ്പനേനെ ഇഷ്ടമാണെന്ന് മനസ്സിലായപ്പോൾ എന്താണ് സുലുവിന്, അതായത് തൻ്റെ ഹസ്ബൻഡ് കൽപ്പനേനെ കല്യാണം കഴിക്കുന്നത് സുലുവിന് ആഗ്രഹം തോന്നി. അതേപോലെ തന്നെ എന്താണ് പ്രഭാകർ ഡിഡ് നോട്ട് മാരി സംവൺ അതർ ഡ്രൈവ് സുലു ഔട്ട് ഓഫ് ഹിസ് ഹൗസ്. എന്താണ് പ്രഭാകർ വേറെ ആളെ കല്യാണം കഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ കുട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ സ്ത്രീനെ കല്യാണം കഴിച്ചിട്ടില്ല, സുലുവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയൊന്നും ചെയ്തിട്ടില്ല. ശകുന്തയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഒരു പ്രപ്പോസൽ എന്താണ് ഒരു നല്ലൊരു തീരുമാനമായിട്ടാണ് കൽപ്പനയുടെ അമ്മയ്ക്ക് തോന്നുന്നത് കേട്ടോ. കാരണം അവളുടെ ലൈഫ് സെറ്റിൽ ആവും എന്നുള്ള ആ ഒരു ചിന്തയാണ്. ഒരു മിഡിലും അല്ല, താഴ്ന്നതിൽ ബിലോ ക്ലാസ്സിൽ കിടക്കുന്ന ആളല്ലേ, അപ്പോൾ അമ്മയ്ക്ക് അങ്ങനത്തെ ചിന്തകളായിരിക്കും ഉണ്ടാവും. അവളുടെ ജീവിതം സെറ്റിലാവും, പിന്നെ അറിയുന്ന ആൾക്കാരാണ്. പക്ഷേ എന്താണ് കൽപ്പനയെ സംബന്ധിച്ച് എന്താണ് ഷി വാസ് യങ്. കൽപ്പന വാസ് യങ് ആൻഡ് ഷി വാണ്ടഡ് ടു മാരി എ യങ് മാൻ ഓഫ് ഹെർ ചോയ്സ്. എന്താണ് കൽപ്പന ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയല്ലേ, അപ്പം എന്താ അവൾക്ക് അവളുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടാകും. സ്വന്തം ഭർത്താവിനെ പറ്റി എങ്ങനെയുള്ള ആളെ കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള സ്വന്തം ആഗ്രഹങ്ങളും, പിന്നെ സ്വന്തം അമ്മയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ അത് റെഫ്യൂസ് ചെയ്തതുകൊണ്ട്, അങ്ങനെ മാരേജിനും പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾ റെഫ്യൂസ് ചെയ്യും. എന്താണ് അതുകൊണ്ടാണ് പണിഷ് ഫോർ ഹെർ റെഫ്യൂസൽ. എന്താണ് ഈ പ്രഭാകര് അവൻ്റെ പ്രപ്പോസൽ റെഫ്യൂസ് ചെയ്തതുകൊണ്ട് അവളെ പണിഷ് ചെയ്യുന്നതാണ് അത് ഈ ഒരു റേപ്പ് കേസ് എന്ന് പറഞ്ഞത്. അബ്സല്യൂട്ട്ലി നോ ചാൻസ് ഫോർ കൽപ്പന. എന്താണ് കൽപ്പനയ്ക്ക് ഇനി ഒരു ഡോക്ടർ പറയാണ്, ഡോക്ടർ ഭാസ്കർ പറയാണ് അബ്സല്യൂട്ട്ലി നോ ചാൻസ് ഫോർ കൽപ്പനയ്ക്ക് ഇനി ഒരിക്കലും തീർച്ചയായിട്ടും ഇനി ഒരിക്കലും ഒരു ചാൻസ്, ഇനി ഒരു റീഗെയിൻ എന്ന് പറഞ്ഞ ഒരു ചാൻസ് ഇനി ഉണ്ടാവില്ല. ടിൽ ഡെത്ത് ഷീ ഈസ് ഇൻ കോമ എന്നാണ് പറഞ്ഞത്. അവസാനം വരെ അവളിനി കോമയിലായിരിക്കും എന്നാണ് പറഞ്ഞത്. റേപ്പ് ഡസ് നോട്ട് എൻഡ് വിത്ത് ദ ആക്ട്. എന്താണ് റേപ്പ് എന്ന് പറഞ്ഞ സംഭവം ആ ഒരു ആക്ടോട് കൂടി അവസാനിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് സോഷ്യൽ, ഫെമിലിയൽ ആൻഡ് ലീഗൽ ഇംപ്ലിക്കേഷൻ. അതിനെന്താണ് റേപ്പ് എന്ന് പറഞ്ഞത് ആ ഒരു ആക്ടോട് കൂടി അവസാനിക്കുന്നതല്ല, അതിന് സാമൂഹികപരമായിട്ടും ഫെമിലിയൽ കുടുംബപരമായിട്ടും പിന്നെന്താണ് ഒരു ലീഗലി ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്താണ് വെൻ സുലു ലേൺസ് ഹെർ ഹസ്ബൻഡ്. എന്താണ് ഫാമിലിയൽ ആയിട്ട് സോഷ്യൽ പരമായിട്ട് നമുക്ക് സമൂഹത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ വെൻ സുലു ലേൺസ് ഓഫ് ഹെർ ഹസ്ബൻഡ്സ് ഷെയിംഫുൾ ആക്ട് ഷീ കമ്മിറ്റഡ് സൂയിസൈഡ്. എന്താണ് സുലു ഇത് ഹസ്ബൻഡാണ് ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എന്താണ് ഇതൊക്കെ ഫെമിലിയൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അത് കണ്ടില്ലേ, സോഷ്യലും ഫെമിലിയലും ലീഗലായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫെമിലിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫാമിലിയൽ ആയിട്ടുള്ള കാര്യം എന്താണ് പറഞ്ഞത്. ടിൽ ദിസ് പോയിന്റ് ഇൻ ടൈം നെയ്തർ ഷകുദെ നോർ സുലു നോർ ആസ് ദ റീഡേഴ്സ് നോർ ദ കൾപ്രിറ്റ് ഈസ് സുലുസ് ഹസ്ബൻഡ്. എന്താണ് നമുക്കും സുലുവിൻ്റെ ഹസ്ബൻഡാണ് ഇത് ചെയ്തത് നമുക്കറിയാം. ഷകുദ ഡസ് നോട്ട് നോ ഹൗ ടു ടെൽ ഹെർ ചിൽഡ്രൻ അബൌട്ട്. എന്താ അവളുടെ മക്കളോട് ഇങ്ങനെ സ്വന്തം മകള് കൽപ്പന ഇങ്ങനെ റേപ്പ് വിക്റ്റിമായി എന്ന് എങ്ങനെ പറയേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. വെൻ സുലു ലേൺസ് ഓഫ് ഹെർ ഹസ്ബൻഡ്സ് ഷെയിംഫുൾ ആക്ട് ഷീ കമ്മിറ്റ് സൂയിസൈഡ്. എന്താണ് അവളുടെ ഹസ്ബൻഡ് അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു ഷെയിംഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അവൾക്ക് ആ ഒരു ഇൻസൾട്ട് അല്ലെങ്കിൽ ആ ഒരു ഇത് സങ്കടം സഹിക്കാൻ വയ്യാതെ ഷീ കമ്മിറ്റഡ് സൂയിസൈഡ്. ഇതൊക്കെ എന്താണ് ഫാമിലിയൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് കുടുംബത്തിനെ നമ്മളെ റേപ്പ് വിക്റ്റിം ആയിട്ടുള്ള ഒരു ആളുടെ സ്ത്രീയുടെ കുടുംബത്തെ മൊത്തം ആ ഒരു റേപ്പ് കേസ് അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ എന്താണ് റേപ്പ് ഈസ് സീൻ ആസ് എ സ്റ്റിഗ്മ ഓഫ് ഫോർ ദ വിക്ടിം ആസ് വെൽ ആസ് ദ ഫാമിലി. എന്താണ് നമ്മൾ റേപ്പ് എന്ന് പറഞ്ഞത് എന്താണ് നമ്മളെ ആ ഒരു വിക്ടിമിൻ്റെ മാത്രമല്ല, പിന്നെന്താണ് നമ്മൾ ആ വിക്ടിമിൻ്റെ ഫാമിലിയെ കൂടി എന്താണ് ഒരു പ്രശ്നമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്
റേപ്പ് എന്ന് പറഞ്ഞാല് perpetrator of the act never suffer, he is never accused and the blame comes to women. എന്താണ് റേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? റേപ്പ് നടന്നു കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ പറയണത് എന്താണ്? ആ റേപ്പ് ചെയ്ത ആളെ നമ്മൾ കാര്യമായിട്ടൊന്നും പറയില്ല. സ്ത്രീകൾ അങ്ങനെ നടന്നിട്ടാണ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ കുഴപ്പം കൊണ്ടാണെന്നുള്ള ആ ഒരു കുറ്റമായിരിക്കും ഉണ്ടാവുക അല്ലേ? സ്ത്രീകൾ വേഷവിധാനം ശരിയല്ല, അല്ലെങ്കിൽ സ്ത്രീകളുടെ ബോഡി ലാംഗ്വേജ് ശരിയല്ല, അല്ലെങ്കിൽ അവർ അങ്ങോട്ട് പോയിട്ട് ഇതാക്കണം, അങ്ങനെ പല തരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാവും. പക്ഷെ എന്താണ്, ഈ ഒരു റേപ്പ് ചെയ്ത ആൾക്ക് എന്താണ്, ആൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ആൾക്ക് ഒരു സഫറിങ്സ് ഉണ്ടാവില്ല, ആൾക്ക് ഒരു അക്യൂസ്ഡ് നെവർ അക്യൂസ്ഡ്, ഒരു കുറ്റമൊന്നും അവരുടെ പേരിൽ ഉണ്ടാവില്ല. എന്താണ്, കുറ്റം മുഴുവൻ എന്താ ഉണ്ടാവുക? സ്ത്രീക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക അല്ലേ? കൽപ്പന എന്ന് പറയുന്നത് ഇപ്പം എന്താണ്, ഒരു ഫോളൻ വിമൺ ആണ്. ആഫ്റ്റർ ദ റേപ്പ് ഷീ ബിക്കം ദ ഫോളൻ വിമൺ, ഒരു വീണുപോയ ഒരു സ്ത്രീയാണ്. അങ്ങനെയാണ് കൽപ്പനേനെ ആഫ്റ്റർ റേപ്പിന് ശേഷം കൺസിഡർ ചെയ്യുന്നത്. ലീഗലി റേപ്പ് വിക്ടിം ഹാസ് എവറി റൈറ്റ് ടു പ്ലീഡ് ഫോർ ജസ്റ്റിസ്. എന്താണ്? ഷീ ഹാസ് ടു പ്രൂവ് ഇറ്റ് വാസ് റേപ്പ്. എന്താണ്? ലീഗലി, അതായത് നിയമപരമായിട്ട്. ഇപ്പം നമ്മൾ ഫാമിലി പരമായിട്ടാണ് ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അവിടെ നടന്ന കുറേ സംഭവങ്ങളുടെ, അതായത് ശകുതയുടെ കാര്യങ്ങൾ, കൽപ്പനയുടെ ഫാമിലിയിലെ കുറച്ച് കാര്യങ്ങൾ, സുലുവിൻ്റെ സൂയിസൈഡൊക്കെ ഫാമിലിയിലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം എന്താണ്, ലീഗലി നോക്കുമ്പോൾ എന്താണ്, ലീഗലി റേപ്പ് വിക്ടിം ഹാസ് എവറി റൈറ്റ് ടു പ്ലീഡ് ഫോർ ജസ്റ്റിസ്. ലീഗലി, നിയമപരമായിട്ട് ഒരു റേപ്പ് വിക്ടിമിന് എന്താണ്, അവൾക്ക് ജസ്റ്റിസിന് വേണ്ടിയിട്ട് എന്താണ്, പ്ലീഡ് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ഷീ ഹാസ് ടു പ്രൂവ് ഇറ്റ് വാസ് റേപ്പ്. എന്താണ്, അവൾക്ക് അത് റേപ്പാണെന്ന് അവൾക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ട്. കൽപ്പന കനോട്ട് പ്രൂവ് എനിത്തിങ്. എന്താണ്, കൽപ്പനയ്ക്ക് ഇതൊന്നും പ്രൂവ് ചെയ്യാൻ കഴിയില്ല. കാരണം ഷീ എന്താണ്, അവള് ആ ഒരു റേപ്പിന് ശേഷം ഷീ ബിക്കം ഇൻ കോമ സ്റ്റേജ്. എന്താണ്, കോമ സ്റ്റേജിൽ നിൽക്കുകയാണ്. കാരണം അവൾക്ക് സംസാരിക്കാനോ കയ്യോ കാലോ അനക്കാനോ ചൂണ്ടിക്കാണിക്കാനോ ഒന്നിനും കഴിയില്ല. അതുകൊണ്ട് എന്താണ്, അവൾക്ക് ഒരിക്കലും അത് റേപ്പ് ഇന്ന ആളാണ് ചെയ്തത്, ഇന്ന എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പ്രൂവ് ചെയ്യാൻ അവൾക്ക് ഒരിക്കലും കഴിയില്ല. റേപ്പ് എന്ന് പറഞ്ഞത് എന്താണ്, സൈക്കോളജിക്കലി ഷാറ്ററിങ് ആൻഡ് ട്രോമാറ്റിക്. എന്താണ്, റേപ്പ് ഈസ് സൈക്കോളജിക്കലി ഷാറ്ററിങ് ആൻഡ് ട്രോമാറ്റിക്. ഇറ്റ് കിൽസ് എ വിമൺസ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഡിസ്ട്രോയ്സ് ഹെർ സെൽഫ് എസ്റ്റീം. എന്താണ്, സൈക്കോളജിക്കലി നോക്കുമ്പോൾ എന്താണ്, റേപ്പ് എന്ന് പറഞ്ഞത് ഒരു ഷാറ്ററിങ്, മൊത്തത്തിൽ ചിന്നിച്ചെതറി അല്ലെങ്കിൽ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് കിൽസ് എ വിമൺസ് സെൽഫ് കോൺഫിഡൻസ്. എന്താണ്, ഒരു നിർബന്ധമില്ലാതെ നമ്മളെ ഒരു കാര്യത്തിലേക്ക് ഫോഴ്സ് ചെയ്യുമ്പോൾ, അതിനിപ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും. അപ്പോൾ ഒരു സ്ത്രീക്ക് അവളുടെ ശരീരത്തിൽ ഉള്ള ആ ഒരു ശരീരം തന്നെ നഷ്ടപ്പെടുമ്പോൾ എന്താ ഉണ്ടാവുക, സെൽഫ് കോൺഫിഡൻസ് മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കും വരിക. ആൻഡ് ഡിസ്ട്രോയ് ഹെർ സെൽഫ് എസ്റ്റീം. എന്താണ്, ഈ ഒരു റേപ്പ് എന്ന് പറയുന്നത് അവൾക്ക് അവളുടെ സെൽഫ് കോൺഫിഡൻസ് ഒരു സ്ത്രീക്ക് നഷ്ടപ്പെടും. അതേപോലെ ഡിസ്ട്രോയ് ഹെർ സെൽഫ് എസ്റ്റീം, അവൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു മൂല്യത്തെ, അവളുടെ സ്വന്തം എസ്റ്റീമിന്, സ്വന്തം മൂല്യത്തെ എന്താണ്, നശിപ്പിക്കുകയാണ് എന്ത്, റേപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഇൻസിഡൻറ്റ്. ഇനി എന്താണ്, ഇതുവരെ നമ്മൾ രണ്ട് കേസുകൾ അല്ലെങ്കിൽ രണ്ട് ആംഗിളിലാണ് റേപ്പിനെ ഇവിടെ തീം ഓഫ് റേപ്പ് എന്ന് പറയുന്നത് ശശി ദേശ്പാണ്ഡെ ഡെപ്പിക്ട് ചെയ്യുന്നത് പറഞ്ഞു. ഒന്ന് ബിഫോർ മാരേജ് ആയിട്ടുള്ള കൽപ്പനയുടെ സ്റ്റോറി. സെക്കൻഡ് വൺ എന്താണ്, മീര ആഫ്റ്റർ മാരേജ്, മീരയുടെ കേസ്. എന്താണ്, മീരാസ് കേസ് ഇൻ അതർ ഡയമെൻഷൻ. മീരയുടെ കേസ് എന്താണ്, വേറൊരു ഡയമെൻഷനിലാണ് പറയുന്നത്. ഇറ്റ് ഈസ് സ്ട്രേഞ്ച്. അതെന്താണ്, അത് സ്ട്രേഞ്ച് ആണ്. കാരണം ഈ ആഫ്റ്റർ മാരീഡ് ആയിട്ടുള്ള, അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളുടെ റേപ്പ് എന്ന് പറഞ്ഞത് എന്താണ്, പുറം ലോകം അറിയപ്പെടാത്തതായിരിക്കും അല്ലേ? അത് നമ്മളിൽ ഒതുങ്ങിക്കൂടും. നമ്മളത് എന്തൊക്കെയായാലും പുറത്ത് പറയാൻ പാടില്ലല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അത് നമ്മളിലുള്ളിൽ ഒതുങ്ങിക്കൂടി നമ്മളതിങ്ങനെ ഉള്ളിൽ കിടന്നിങ്ങനെ സഫോക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരിക്കും. എന്താണ്, അതുകൊണ്ടാണ് ഇറ്റ് ഈസ് സ്ട്രേഞ്ച്, അല്ലെങ്കിൽ ഇത് ഒരു വേറൊരു ഡയമെൻഷനിലാണ് മീരയുടെ കേസ് എന്ന് പറയാൻ കാരണം. ഫോർ മീര ഹെർ ഹസ്ബൻഡ്സ് ലവ് ഈസ് സഫോക്കേറ്റിംഗ്. ആൾക്കാരെ, മറ്റുള്ളവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ സൊസൈറ്റിയെ സംബന്ധിച്ച് എന്താണ്, മീര എന്ന് പറയുന്നത് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള, നല്ല സന്തോഷവതിയായിട്ടുള്ള ഒരു ഭാര്യയാണ്. കാരണം നമ്മളുടെ ഹസ്ബൻഡ് അവളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ മീരയ്ക്ക് എങ്ങനെയാണ്, ഫോർ മീര ഹെർ ഹസ്ബൻഡ്സ് ലവ് ഈസ് സഫോക്കേറ്റിംഗ്. എന്താണ്, ഹസ്ബൻഡിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അവളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത്. മീര വാസ് സ്കെയർഡ് ഓഫ് ഹെർ ഹസ്ബൻഡ്സ് ഒബ്സഷൻ. എന്താണ്, മീരയ്ക്ക് മീരയുടെ ഹസ്ബൻഡിന്റെ ഒബ്സഷൻസ് ഒക്കെ ഭയങ്കര
പേടിയായിരുന്നു മീരയ്ക്ക്. ഹസ്ബൻഡിനെ കാണുമ്പോൾ തന്നെ പേടിയാണ് തോന്നിയിരുന്നത് അല്ലേ. മീര in another angle becomes her verses show her husband's assault on her body. എന്താണ് മീര ആരോടും പറയാൻ പറ്റില്ലെങ്കിലും ആരോടും അതിനെപ്പറ്റി ഒന്നും പുറത്ത് സംസാരിച്ചിരുന്ന അവൾ അനുഭവിച്ചിരുന്ന ആ ഒരു ഫിസിക്കലായിട്ടുള്ള അറ്റാക്കുകൾ നമ്മൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്താണ് മീരയുടെ വേഴ്സസിലൂടെയും അതായത് വരികളിലൂടെയും, നന്നായിട്ട് പോയം എഴുതുന്നു പറഞ്ഞില്ല, ആ വരികളിലൂടെയും അതേപോലെ ഡയറികളിലൂടെയും അവൾ അനുഭവിച്ചിരുന്ന അവളുടെ ബോഡിയിലേക്ക് അവളുടെ ഹസ്ബൻഡ് ഏൽപ്പിച്ച അസൾട്ടിനെയൊക്കെ എന്താണ് അവള് വേഴ്സസിലൂടെ എഴുതി വെച്ചിരുന്നു അല്ലേ. മീരാസ് കേസ് കനോട്ട് ബി കോൾഡ് റേപ്പ്. എന്താണ് കൽപ്പനയുടെ കേസ് നമുക്ക് റേപ്പ് ആണെന്ന് പറയാം, പക്ഷെ മീരയുടെ കേസ് എന്താണ് കനോട്ട് ബി കോൾഡ് റേപ്പ്, അതായത് റേപ്പ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. കാരണം ആഫ്റ്റർ മാരേജ് ആണ്, അപ്പൊ നമുക്ക് ഒരിക്കലും അത് പറയാൻ കഴിയില്ല എന്നാണ്. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീക്ക് അറിയുള്ളൂ അതൊരു റേപ്പ് ആണെന്ന്. റേപ്പ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് സെക്സ് ആണ്. അത് ആഫ്റ്റർ മാരേജ് ആയാലും ബിഫോർ മാരേജ് ആയാലും ഇറ്റ് ഈസ് റേപ്പ്. Urmi realized her mother-in-law through her verses and diaries. She finds Meera is a progressive person on her time. എന്താണ് ഉർമിക്കും തന്നെ മരിച്ചെന്നല്ല അവളുടെ മദർ-ഇൻ-ലോ ആയ മീര, പക്ഷേ വേഴ്സസിലൂടെയും ഡയറികളിലൂടെയും അവൾക്ക് അവളുടെ മദർ-ഇൻ-ലോയെ എന്താണ് ഒന്നും കൂടി ഹസ്ബൻഡിൻ്റെ അമ്മയെ ഒന്നും കൂടി തിരിച്ചറിയാൻ അല്ലെങ്കിൽ റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഉർമി ചിന്തിക്കുകയാണ് മീര എന്ന് പറയുന്നത് എന്താണ് ഈസ് എ പ്രോഗ്രസീവ് പേഴ്സൺ ഓഫ് ഹർ ടൈം. അവളുടെ കാലഘട്ടത്തിൽ, മീരയുടെ കാലഘട്ടത്തിൽ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെന്ന് ഉർമി തിരിച്ചറിയാണ്. 2 സയന്റിഫിക് ഇഷ്യൂസ്, ഒരു റേപ്പിന്റെ അല്ലെങ്കിൽ 2 സയന്റിഫിക് ഇഷ്യൂസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. വിമൺസ് റൈറ്റ് ടു ഹെർ ബോഡി ആൻഡ് നീഡ് ടു സ്പീക്ക് ഔട്ട്. എന്താണ് സ്ത്രീകൾക്ക് അവരുടെ കാര്യങ്ങൾ പറയാനുള്ളൊരു അവകാശം വേണം. അവർക്ക് അത് പറയാൻ അവകാശം വേണം. പിന്നെന്താണ് സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിൽ ഒരു അവകാശം വേണം. പിന്നെ അവർക്ക് പറയാണ്ട കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം കൊടുക്കുകയും വേണം എന്നാണ് പറയണത്. ഇതാണ് ഈ ബൈൻഡിങ് വൈനിലെ തീം ഓഫ് റേപ്പിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് തീം ഫെമിനിസം ആണ് കേട്ടോ. തീം ഓഫ് ഫെമിനിസം ഇൻ ദ ബൈൻഡിങ് വൈൻ. ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെമിനിസം ക്യാൻ ബി സിംപ്ലി ഡിഫൈൻഡ് ആസ് എ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്. എന്താണ്? ഒരു സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണ് എന്ത് ഫെമിനിസം എന്ന് പറഞ്ഞത്. അത് ഈ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? 18th and 19th സെഞ്ചുറിയിൽ, അതായത് 18th സെഞ്ചുറിയുടെ അവസാനം അതേപോലെ 19th സെഞ്ചുറിയുടെ ആദ്യ ഭാഗത്തുമായിട്ടാണ് എന്താണ് ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളത്. ഇറ്റ് ഡിമാൻഡഡ് റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു വോട്ട് ആൻഡ് അതർ ലീഗൽ റൈറ്റ്. ഇത് ഒരു ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടിയിലുള്ള അവരുടെ സ്ത്രീകളുടെ അവകാശം, പിന്നെ എന്താ വോട്ട് ചെയ്യാനുള്ള അവകാശം, പിന്നെ അതർ ലീഗൽ റൈറ്റ്സ്, പിന്നെ എന്താണ് നിയമപരമായിട്ടുള്ള മറ്റുള്ള അവകാശങ്ങളൊക്കെ എന്താണ് ഈ ഒരു ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. വിമൻ ഡിമാൻഡഡ് ഇക്വാലിറ്റി ആൻഡ് raised many issues concerning women's status in the family and society. എന്താണ് സ്ത്രീകൾ ഡിമാൻഡ് ചെയ്യുന്നത്? എന്താണ്? ഇക്വാലിറ്റി, അതായത് തുല്യത. സ്ത്രീകൾ ഡിമാൻഡ് ചെയ്യുന്നത് ഇക്വാലിറ്റി ആൻഡ് റൈസ് മെനി ഇഷ്യൂസ് കൺസേണിങ് വിമൻസ് സ്റ്റാറ്റസ് ഇൻ ദ ഫാമിലി ആൻഡ് സൊസൈറ്റീസ്. ഫാമിലിയിൽ, നമ്മളെ കുടുംബത്തിലും അതേപോലെ സമൂഹത്തിലുള്ള സ്ത്രീകളുടെ സ്റ്റാറ്റസിനെ കൺസേണിങ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിനെയാണ് ഇതിൽ ഫെമിനിസത്തിൽ സ്ത്രീകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ. മെനി ഫെമിനിസ്റ്റ്സ് ആർ വോയിസിങ് ദെയർ കൺസേൺ ഫോർ വിമൺ സൈലൻസ്, ദെയർ മാർജിനൈസേഷൻ ആൻഡ് അബ്യൂസ് ഓഫ് ഫീമെയിൽ ബോഡി. എന്താണ് ഇന്നത്തെ കാലത്ത് കുറേ അധികം ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഫെമിനിസ്റ്റുകൾ എന്താണ് പറയുന്നത്? വോയിസിങ് ദെയർ കൺസേൺ ഫോർ വിമൻ സൈലൻസ്. എന്താണ് അതായത് ഈ ഫെമിനിസ്റ്റുകൾ എന്താണ് സ്ത്രീകളുടെ നിശബ്ദതയെ കൺസേൺ ചെയ്തുകൊണ്ട് അവർ വോയിസ് ഉണ്ടാക്കുക, അതായത് അവർ ശബ്ദമുയർത്തുന്നതാണ് കുറേ ഫെമിനിസ്റ്റുകൾ ചെയ്യുന്ന കാര്യങ്ങൾ.
പിന്നെ അതേപോലെ എന്താണ് their മാർജിനലൈസേഷൻ, അവരെ മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവരെ സ്ത്രീകളെ പലതിൽ നിന്നും മാറ്റി നിർത്തില്ല, അതിനെയാണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. സ്ത്രീകളുടെ സൈലൻസ്, സ്ത്രീകളെ പലതിൽ നിന്നും മാറ്റി നിർത്തുന്നത്. അതേപോലെ നമ്മൾ ഫീമെയിൽ ബോഡിയിലുള്ള അബ്യൂസുകൾ, നമ്മൾ റേപ്പ് പോലെയുള്ള അബ്യൂസുകൾ, അക്രമങ്ങൾ, ഇതിനൊക്കെയാണ് എന്ത് ഫെമിനിസ്റ്റുകൾ, കുറേ ഫെമിനിസ്റ്റുകൾ വോയിസ് ഔട്ട് ചെയ്യുന്നത്. എന്താണ് ശബ്ദമുയർത്തുന്നത്? കൺസേൺ ഫോർ വിമൻ സൈലൻസ്, ദയർ മാർജിനലൈസേഷൻ ആൻഡ് അബ്യൂസ് ഓഫ് ദി ഫീമെയിൽ ബോഡി. റൈറ്റർ ഷോസ് വിമൻസ് submission, lack of voice, society's attitude to their sufferings and abuse of women body. എന്താണ് ശശി ദേശ്പാണ്ഡെ എന്താണ് ഈ നോവലിലൂടെ പറയണത്? ഷോസ് വിമൻസ് സബ്മിഷൻ, വിമന്റെ സബ്മിഷൻസ്, പിന്നെന്താ ലാക്ക് ഓഫ് വോയിസ്. സ്ത്രീകൾക്ക് ഒരു കുടുംബത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അച്ഛന്മാര് അല്ലെങ്കിൽ ആൺകുട്ടികൾക്കായിരിക്കും വോയിസ് ഉണ്ടാവുക, അമ്മമാർക്ക് പെങ്ങന്മാർക്കൊക്കെ വോയിസ് കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ലാക്ക് ഓഫ് വോയിസ്, അതായത് അവരുടെ അഭിപ്രായങ്ങൾക്ക് വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വോയിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അഭിപ്രായങ്ങൾക്ക് വാല്യൂ ഉണ്ടാവില്ല. പിന്നെ എന്താണ് സൊസൈറ്റീസ് ആറ്റിറ്റ്യൂഡ് ടു ദെയർ സഫറിങ്സ്, എന്താണ് സൊസൈറ്റി, സമൂഹം സ്ത്രീകളുടെ ആ ഒരു സഫറിങ്സ്, അവരുടെ ആ ബുദ്ധിമുട്ടുകൾക്കെതിരെ സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ്. പിന്നെന്താണ് അബ്യൂസ് ഓഫ് വിമൻസ് ബോഡി, എന്താണ് സ്ത്രീകളുടെ ബോഡിയിൽ ഏൽക്കുന്ന അബ്യൂസുകൾ. ഇതൊക്കെ എന്താണ് റൈറ്റർ ഈ ബൈൻഡിങ് വയലിലൂടെ തുറന്ന് കാണിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. റൈറ്റർ ഫീൽസ് സ്ട്രോങ്ലി ഫോർ വിമൻ ആൻഡ് എക്സ്പോസ് ദ സോഷ്യൽ നോംസ് ദാറ്റ് ആർ ഡിറ്റർമിനൽ ടു വിമൻസ് ഡെവലപ്മെന്റ്. എന്താണ് ഷീ ഈസ് ഫെമിനിസ്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ് ശശി ദേശ്പാണ്ഡെ എന്താണ് ഷീ ഈസ് നോട്ട് എ ശശി ദേശ്പാണ്ഡെ എന്താണ് നോട്ട് കോൾ ഹെർസെൽഫ് ആസ് എ ഫെമിനിസ്റ്റ് റൈറ്റർ. ശശി ദേശ്പാണ്ഡെ ഒരിക്കലും എന്താ അവള് ഒരു ഫെമിനിസ്റ്റ് റൈറ്റർ ആയിട്ട് പറയുന്നില്ല. പക്ഷെ എന്താണ് ഷീ ഫീൽ സ്ട്രോങ്ലി ഫോർ വിമൻ, എന്താണ് ആൻഡ് എക്സ്പോസ് സോഷ്യൽ നോംസ് ദാറ്റ് ആർ ഡിട്രിമെൻ്റൽ ടു വിമൻസ് ഡെവലപ്മെൻറ്റ് ഇൻ ദ സെൻസ് ഷീ ഈസ് ഫെമിനിസ്റ്റ്. എന്താണ് സ്ത്രീകൾക്ക് സ്ട്രോങ് ആയിട്ട് സ്ത്രീകൾക്ക് വേണ്ടി, അതായത് പോലെ അവരുടെ സോഷ്യൽ നോംസിന് വേണ്ടിയൊക്കെ എക്സ്പോസ് ചെയ്യാൻ സ്ത്രീകൾക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സ്വയം ഒരു ഫെമിനിസ്റ്റ് റൈറ്റർ ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും എന്താണ് ഷീ ഈസ് എ ഫെമിനിസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. In this novel, men are absent except Dr. Bhaskar and Kalpana's father. എന്താണ് men are ആണുങ്ങളെ പറ്റി പറയുന്നുണ്ടെങ്കിലും പുരുഷന്മാരെ പറ്റി പറയുന്നുണ്ടെങ്കിലും എന്താണ് ഈ ഒരു നോവലില് ഡോക്ടർ ഭാസ്കറും കൽപ്പനയുടെ ഫാദറുമാണ് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ഉർമിയുടെ സംഭാഷണത്തിലൂടെ അല്ലെങ്കിൽ ഉർമിയുടെ ഡയലോഗ് കമൻറ്റിലൂടെയൊക്കെ അല്ലെങ്കിൽ ഓർമ്മകളിലൂടെയൊക്കെ മാത്രമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. കൽപ്പനാസ് ഫാദർ കംസ് ആൻഡ് ഗോസ് ലൈക്ക് എ ഷാഡോ. എന്താണ് കൽപ്പനയുടെ ഫാദർ ഇങ്ങനെ ഇവൾക്ക് ഇങ്ങനെ സംഭവം പറ്റിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്ന് വന്ന് പോയി ദുഃഖിച്ചിട്ട് ഒന്ന് വന്ന് സങ്കടം പ്രകടിപ്പിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു റോള് മാത്രമേ കൽപ്പനയുടെ അച്ഛൻ ഈ നോവലിലുള്ളൂ. പിന്നെ എന്താണ് ഡോക്ടർ ഭാസ്കറാണ്. ഡോക്ടർ ഭാസ്കറിനുള്ളത് എന്താണ് ആസ് എ മൈനർ റോൾ ടു പ്ലേ, എന്താണ് ചെറിയൊരു റോൾ പ്ലേ ചെയ്യേണ്ടത്. അതായത് ഈ ഒരു കൽപ്പനയുടെ സംഭവങ്ങൾ ഉർമിയോട് വിവരിക്കുന്നത് ആ ഭാഗം മാത്രമാണ് ഡോക്ടർ ഭാസ്കറിനുള്ളത്. ബാക്കിയൊക്കെ എന്താണ് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് കുറച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആരാണ്? സ്ത്രീകളാണ് കേട്ടോ. ഈ നോവലിൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 വിമൺ ക്യാരക്ടർ ഉർമി, മീര, കൽപ്പന ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെന്താണ് three main women revolves sufferings indirectly because of their men. എന്താണ് നമ്മളെ ഈ സ്റ്റോറിയിൽ അല്ലെങ്കിൽ നോവലിൽ 3 പ്രധാനപ്പെട്ട സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് അവരവരുടെ ഭർത്താവിൽ നിന്ന് വേദനകൾ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന 3 സ്ത്രീകളുണ്ട്. പിന്നെന്താ അക്ക, ഇന്നി, ശകുതൈ, സുലു സഫേഴ്സ് ഡയറക്റ്റ്ലി. എന്താണ് അക്കയും പിന്നെ ഇന്നി, അക്ക എന്ന് പറഞ്ഞാൽ ഉർമിയുടെ സ്റ്റെപ്പ് മദറിൻലോ, ഇന്നി ഉർമിയുടെ മദർ, ശകുതൈ കൽപ്പനയുടെ മദർ, സുലു ശകുതയുടെ സിസ്റ്റർ. ഇവരൊക്കെ എന്താണ് ഡയറക്റ്റ് ആയിട്ട് അവരവരുടെ ഹസ്ബൻഡിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഓരോ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. 3 വിമൻസ് ഒക്കെയാണ് കൽപ്പനയും പിന്നെ
ഉർമി, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് സഫേഴ്സ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇഫ് ദേ ബ്രേക്ക് ദെയർ സൈലൻസ് ദേ സഫർ ലൈക്ക് കൽപ്പന. എന്താണ് ഇവരൊക്കെ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ സഫർ ചെയ്യുന്നവരാണ്. പിന്നെ അവരെന്താണ് അവര് സൈലൻസ് മിണ്ടാതെ എല്ലാം അനുസരിച്ച് കേട്ട് ജീവിക്കുകയാണ്. പക്ഷെ അവരെന്താണ് അവരവരുടെ സൈലൻസ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അവരവര് വോയിസ് ഉയർത്തി പറയുകയാണെങ്കിൽ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ദേ സഫർ ലൈക്ക് കൽപ്പന. എന്താണ് അവര് കൽപ്പനയുടെ പോലെ തന്നെ സഫർ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് കൽപ്പനയുടെ അതേ അവസ്ഥയായിരിക്കും മറ്റ് സ്ത്രീകൾക്കും എന്നാണ് പറയുന്നത്. ഇഫ് ദേ ബ്രേക്ക് ദെയർ സൈലൻസ്, എന്താണ് അവരുടെ ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്ത് അവർക്ക് പറയാനുള്ളത് ഉച്ചത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവർ കൽപ്പനയുടെ സെയിം സിറ്റുവേഷൻ ആയിരിക്കും അവർക്ക് എന്നാണ് പറയുന്നത്. ഓൺലി ഉർമി ക്യാൻ സ്പീക്ക് ഔട്ട് ഫോർ കൽപ്പന. എന്താണ് കൽപ്പന എന്താണ് കോമയിൽ കിടക്കണം. അതുകൊണ്ട് തന്നെ ഉർമിക്ക് മാത്രമേ ഉള്ളൂ കൽപ്പനയ്ക്ക് വേണ്ടി സംസാരിക്കാനേ കഴിയുള്ളൂ. ഇറ്റ് മേ നോട്ട് ഹെൽപ്പ് കൽപ്പന. എന്താണ് ഇതൊരിക്കലും കൽപ്പനനെ ഹെൽപ്പ് ചെയ്യുന്നതല്ല. കൽപ്പന ഡയറക്റ്റ് ആയിട്ട് കൽപ്പനനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമല്ല കൽപ്പനയ്ക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് കൽപ്പനനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ബട്ട് ജനറേറ്റ് പബ്ലിക് ഒപ്പീനിയൻ, ക്രിയേറ്റ് അവയർനെസ്. പക്ഷെ എന്താണ് ഒരു പബ്ലിക് ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്തെടുക്കാനും ഉണ്ടാക്കിയെടുക്കാനും അതേപോലെ ഒരു പബ്ലിക്കിൽ സമൂഹത്തിൽ എന്താണ് ഒരു അവയർനെസ്, ഈ ഒരു റേപ്പിന്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉർമി കൽപ്പനയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന കാര്യം. ഇത്രയാണ് ഫെമിനിസം എന്നുള്ള തീമിൽ പറയാനുള്ളത്. നെക്സ്റ്റ് തീം എന്താണ്? തീം ഓഫ് ലവ്, മാരേജ് ആൻഡ് സെക്സ്. മാരേജ് ഈസ് ഓൾഡസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. മാരേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു പഴകിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതെന്താണ്? ഡിസിപ്ലിൻ, ഇറ്റ് ഈസ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ആണ് പറയുന്നത്. ഒരു സെക്യൂരിറ്റി എന്നുള്ള സെൻസിലാണ് മാരേജിനെ കാണുന്നത്. സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്ന് കിട്ടുന്ന ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സെവറൽ മാരീഡ് കപ്പിൾ ഇൻ ദ നോവൽ. എന്താണ് നമുക്ക് ഈ ഒരു നോവലില് മെയിനായിട്ട് റേപ്പ്, ലവ്, മാരേജ് ഇതൊക്കെയാണല്ലോ മെയിൻ തീം. അപ്പം എന്താണ് കുറച്ച് മാരീഡ് കപ്പിളിനെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ആരൊക്കെയാണ്? ഉർമി ആൻഡ് കിഷോർ, വാന ആൻഡ് ഹരീഷ്, മീര, അക്ക ആൻഡ് ദെയർ ഹസ്ബൻഡ്. മീര അക്കയ്ക്കും ഒരു ഹസ്ബൻഡാണ്. ഇന്നി ആൻഡ് ഹർ ഹസ്ബൻഡ്, പിന്നെ ഷകുദ ആൻഡ് ഹർ ഹസ്ബൻഡ്, സുലു ആൻഡ് പ്രഭാകർ. ഇത്രയും ഒരു കപ്പിൾസിനെ നമുക്ക് ഈ ഒരു നോവലിൽ കാണാൻ കഴിയും കേട്ടോ. ദാറ്റ് ഷോസ് ഹൗ ഡിസ്സാറ്റിസ്ഫൈയിങ് ആൻഡ് സാറ്റിസ്ഫൈയിങ് ദേ ആർ. എന്താണ് ഈ ഒരു ദീസ് മാരേജസ്, ഈ ഒരു മാരേജസ് ഒക്കെ എന്താണ് നോട്ട് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ നോവൽ ബട്ട് ദേ ആർ മെനി പ്രോബിങ് ക്വസ്റ്റ്യൻ. ഇതൊന്നും ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു മാരേജുകളൊന്നും നമുക്ക് നോവലിൽ തുറന്ന് കാണിച്ചു തരുന്നില്ല. പക്ഷെ നമുക്ക് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും എന്നാണ് പറഞ്ഞത്. എന്താണ് ഇത് റിമാർക്ക് ചെയ്യുന്നത് എന്താ? ഈ മാരേജുകളൊക്കെ റിമാർക്ക് ചെയ്യുന്നത് എന്താ? ഹൗ സാറ്റിസ്ഫൈയിങ് ഓർ ഡിസ്സാറ്റിസ്ഫൈയിങ് ദേ ആർ ഓർ വർ. എന്താണ് അവർ ഈ ഒരു മാരേജിൽ സ്ത്രീകൾ എത്രത്തോളം സാറ്റിസ്ഫൈയിങ് ആണ് അല്ലെങ്കിൽ ഡിസ്സാറ്റിസ്ഫൈയിങ് ആണ് എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ അതിൽ. ലെറ്റ് us ടേക്ക് മീര. നമുക്കിനി മീരയെ പറ്റി പറയാം. മീര വാസ് മാരീഡ് വിത്ത് എ യങ് മാൻ ഹു ലവ്ഡ് ഹെർ 18-year-old. അതായത് 18-ാമത്തെ വയസ്സിലാണ് മീര കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഒരു യങ് മാനെയാണ് മീര മാരി ചെയ്യുന്നത്. ഹു ലവ്ഡ് ഹെർ ഇമ്മൻസ്ലി. മീരയുടെ ഹസ്ബൻഡിന് മീരനോട് സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഹസ്ബൻഡ് ലവ് ബിക്കം ഡിമാൻഡിങ് ആൻഡ് for Meera, her husband's love was a torture. She never accepted her. എന്താണ് മീരനെ സംബന്ധിച്ച് എന്താണ് മീരയുടെ ഹസ്ബൻഡിന്റെ സ്നേഹം എന്ന് പറഞ്ഞത് എന്താ? അവൾക്ക് ഒരു ടോർച്ചറിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നെവർ അക്സെപ്റ്റ്. അതുകൊണ്ട് തന്നെ എന്താണ് അത് ഈ ടോർച്ചറിങ് ആയിട്ടുള്ള തരത്തിലുള്ളതായതുകൊണ്ട് ഷീ കാണ്ട് അക്സെപ്റ്റ് ഹിം. അവൾക്ക് ഒരിക്കലും ഹസ്ബൻഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ലവ് ബിക്കം ഡിമാൻഡിങ് ആൻഡ് ലോസ് ഇറ്റ്സ് വാല്യൂ. എന്താണ് മീരയുടെ ഹസ്ബൻഡിന്റെ കാര്യത്തിൽ എന്താണ് സ്നേഹം എന്ന് പറഞ്ഞത് ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള കാര്യമാണ്. ഹസ്ബൻഡ് എന്താ പറയണത് അത് വൈഫ് അനുസരിക്കാന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ളത് കൊണ്ട് എന്താണ് സ്നേഹത്തിന് ഒരു വാല്യൂ ഇല്ലാതെ അല്ലെങ്കിൽ അതിന്റെ വാല്യൂ നഷ്ടപ്പെടുകയാണ്. മീരാസ് ഹസ്ബൻഡ് ഈസ് നോട്ട് ബാഡ് മാൻ ബട്ട് ഹിസ് ലവ് വാസ് എ ട്രാപ്പ്. ഇറ്റ് ഡിഡ്ന്റ് ഗിവ് സഫിഷ്യന്റ് സ്പേസ് ഫോർ ഹെർ ഓൺ. ഷീ റിമെയിൻസ് അൺഹാപ്പി വൈഫ്. എന്താണ് മീരയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞത് എന്താണ് ഒരു
ദുഷ്ടനായ അല്ലെങ്കിൽ ഒരു ബാഡ് മനുഷ്യനോ അല്ല, ഒരു പുരുഷനല്ല. പക്ഷെ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് വാസ് എ ട്രാപ്പ്, അതൊരു കെണിയാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഡിഡിൻ ഗിവ് സഫീഷ്യൻറ്റ് സ്പേസ് ഫോർ ഹെർ. എന്താണ്, ആ ഒരു സ്നേഹം ഉണ്ടെങ്കിലും ആ സ്നേഹം എന്താണ്, ഒരു ട്രാപ്പാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ആവശ്യമായിട്ടുള്ള നമുക്ക് വേണ്ട ഒരു ഫ്രീഡം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഷീ റിമെയിൻഡ് അൺഹാപ്പി വൈഫ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവള് ഒരു ഹാപ്പി അല്ലാത്ത ഒരു വൈഫായിട്ട് തുടർന്നുകൊണ്ട് പോരുകയാണ് എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വൽ ഫ്രീഡം കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു റിലേഷനിൽ, അത് പിന്നെ ഏത് റിലേഷൻ ആയാലും നമുക്കൊരു ഉള്ളിലൊരു സന്തോഷം തോന്നുള്ളൂ. അങ്ങനെ ആ ഒരു സഫീഷ്യൻറ്റ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എന്താണ്, ഷീ റിമെയിൻഡ് അൺഹാപ്പി വൈഫ്. നെക്സ്റ്റ് പറയുന്നത് ആരെയാണ്, മീരയുടെ ഹസ്ബൻഡിൻ്റെ സെക്കൻഡ് വൈഫിന്, അതായത് അക്ക എന്ന് പറയുന്നത് ഹിസ് സെക്കൻഡ് വൈഫ്. എന്താ, ഷീ ഈസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് വാസ് എ ടീച്ചർ. ഷീ മാരീഡ് ഹിം ഇൻ 22 year old. 22ാമത്തെ വയസ്സിലാണ് അക്ക ഇദ്ദേഹത്തെ കല്യാണം കഴിക്കുന്നത്. അക്ക എന്താണ്, എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ ഷീ ഈസ് എ ടീച്ചർ. ഒരു എഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ടീച്ചറാണ്. ഷി വാസ് 22 വെൻ ദ പ്രപ്പോസൽ ടു മാരി. ഫാമിലി സെക്കൻഡ് മാരേജ് ആണെങ്കിലും ഫാമിലി എന്താണ്, രണ്ടാമതൊരു കാര്യം ചിന്തിക്കാതെ ആ ഒരു മാരേജ് പ്രപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്യാണ്. അക്ക റിയലൈസ് ഷീ ബ്രോട്ട് ഇൻ ദ ഫാമിലി നോട്ട് ആസ് എ ബ്രൈഡ് ബട്ട് ആസ് എ മദർ. എന്താണ്, അക്ക ആ ഒരു കല്യാണം കഴിഞ്ഞതോടുകൂടി അക്ക മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്, ഷീ ബ്രോട്ട് ഇൻ ദ ഫാമിലി നോട്ട് ആസ് എ ബ്രൈഡ്. ഒരു ബ്രൈഡ് അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഭാര്യ ആയിട്ടല്ല ആ വീട്ടിലേക്ക് അക്കേനെ കൊണ്ടുവന്നിട്ടുള്ളത്, ബട്ട് ആസ് എ മദർ, ഒരു അമ്മയായിട്ടാണ് അവളെ ആ ഒരു ഫാമിലിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഷീ ഗേവ് ബർത്ത് ടു വാന ബട്ട് ഷീ നെവർ റിസീവ്ഡ് ലവ് ഫ്രം ഹർ ഹസ്ബൻഡ്. എന്നാണ്, അവള് വാന അക്കയുടെ കുട്ടിയാണ്, അക്കയുടെ മകളാണ്. പക്ഷെ എന്താണ്, വാനയ്ക്ക് ഒരു വാനയ്ക്ക് ജന്മം നൽകി. എന്നാലും എന്താണ്, ഹസ്ബൻഡിൽ നിന്നുള്ള ആ ഒരു മെൻ്റലി ഉള്ള ആ ഒരു സ്നേഹം അവൾക്ക് ലഭിച്ചിരുന്നില്ല. വാന ഫെൽറ്റ് ദാറ്റ് ഹെർ ഫാദർ ഡിഡ് നോട്ട് ലവ് ഹെർ. എന്താണ്, വാനയ്ക്കും കൂടി തോന്നിയിരുന്നു അവളുടെ അച്ഛൻ അവളെ സ്നേഹിച്ചിരുന്നില്ല എന്ന്. പിന്നെ നെക്സ്റ്റ് ക്യാരക്ടർ ആരാണ്, ഉർമി ആൻഡ് കിഷോർ. ഉർമി ആൻഡ് കിഷോർ ഈസ് എ ഗുഡ് കപ്പിൾ. എന്താണ്, ഉർമിയും കിഷോറും എന്താണ്, നല്ലൊരു കപ്പിളാണ്. കിഷോർ ഗാവ് ഹെർ ഇനഫ് ഫ്രീഡം, നെവർ ക്വസ്റ്റ്യൻസ് ഹെർ ആൻഡ് ഹീ ഈസ് ടെൻഡർ ടു ഹെർ. എന്താണ്, ഉർമിയും കിഷോറും നല്ലൊരു കപ്പിളാണ്. അതുകൊണ്ട് എന്താണ്, കിഷോർ ഒരു റൂറൽ അല്ലെങ്കിൽ റിമോട്ട് ഏരിയയിലുള്ളതാണ്. അതുകൊണ്ടാണ് എന്താ അറിയില്ല, കിഷോർ ഗീവ് ഹെർ ഇനഫ് ഫ്രീഡം. എന്താണ്, കിഷോർ അവൾക്ക് മതിയായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുത്തിരുന്നു. നെവർ ക്വസ്റ്റ്യൻസ് ഹെർ. എന്താണ്, ഒരിക്കലും അവളുടെ ആക്ഷനിലോ അവളുടെ സംസാരത്തിലോ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്തിരുന്നില്ല. പിന്നെ എന്താണ്, ഹീസ് ടെൻഡർ, മൃദുവായിരുന്നു. അവനോട് നല്ല സ്നേഹത്തോടെ മൃദുവായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. ദെയർ ലവ് റിലേഷൻ ഈസ് നോട്ട് എ ട്രാപ്പ്. എന്താണ്, മറ്റുള്ളവരുടെ റിലേഷനും ഹസ്ബൻഡ് വൈഫ് റിലേഷനൊക്കെ എന്താണ്, ഒരു ട്രാപ്പാണെന്നാണ് പറയുന്നത്, മീര പ്രത്യേകിച്ച്. പക്ഷേ ഇവരുടെ റിലേഷൻ, അതായത് ഉർമിയുടെയും കിഷോറിൻ്റെയും റിലേഷൻ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് എ ട്രാപ്പ്, ഇറ്റ് ഈസ് എഗലിറ്റേറിയൻ. അതായത് ഒരു ഈക്വൽ ഫ്രീഡം എന്നുള്ള രീതിയിലാണ് എഗലിറ്റേറിയൻ എന്നുകൊണ്ട് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈക്വൽ റൈറ്റ് എന്നുള്ളതാണ് കേട്ടോ. ഇറ്റ് ഈസ് എ എഗലിറ്റേറിയൻ. ഷീ ഈസ് അട്രാക്റ്റഡ് ടു ദ വാംനെസ് ആൻഡ് ക്ലോസ്നെസ് ഓഫ് ഡോക്ടർ ഭാസ്കർ. എന്താണ്, ഉർമി കൽപ്പനയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ഇങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി എന്താണ്, അവൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാംനെസ്സും ക്ലോസ്നെസ്സിനോടും ഒരു അട്രാക്ഷൻ തോന്നുകയാണ്. പക്ഷേ എന്താണ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് മീൻ ഷീ ഈസ് അൺഫെയ്ത്ത്ഫുൾ ടു കിഷോർ. പക്ഷേ എന്താണ്, ആ ഒരു ക്ലോസ്നെസ് അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ എന്താണ്, വേറൊരു മീനിങ് ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ കിഷോറിനോട് ഒരു ഫെയ്ത്ത്ഫുള്ളായിട്ട് അല്ലാത്ത രീതിയിലല്ല പെരുമാറുന്നത് എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഡസ് നോട്ട് മീൻ ഷീ ഈസ് ഫെയ്ത്ത്ഫുൾ ടു കിഷോർ. എന്താണ്, കിഷോറിനോട് അൺഫെയ്ത്ത്ഫുൾ ആണ് എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ആ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത്. The marriage of Inni and her husband and Vana and Harish is a traditional concept of submissive wives and dominating husband. എന്താണ്, വാന ഈസ് കെയറിങ് വൈഫ് ആൻഡ് ഹരീഷ് ഈസ് ലവിങ് ഹസ്ബൻഡ് ബട്ട് നോ സെൻസ് ഓഫ് ഇക്വാലിറ്റി ബിറ്റ്വീൻ ദം. എന്താണ്, നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ആരുടെ കാര്യങ്ങളാണ്, ഇന്നിയുടെയും അവളുടെ ഹസ്ബൻഡ്, അതായത് ഉർമിയുടെ അമ്മയുടെ അച്ഛൻ്റെയും പിന്നെ അവളുടെ സിസ്റ്റർ ഇൻ ലോ ആയിട്ട് വാനയുടെ ഹസ്ബൻഡായിട്ടുള്ള ഹരീഷിൻ്റെയും കാര്യമാണ്. ഇന്നിയും ഹസ്ബൻഡും വാനയും ഹരീഷും തമ്മിലുള്ള എന്താണ്, ഇറ്റ് ഈസ് എ
ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് സബ്മിസീവ് വൈഫ്. എന്താണ്? ഇതൊരു ട്രഡീഷണൽ, ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മാരേജിൻ്റെ. എന്താണ്? സബ്മിസീവ് വൈഫും ഡോമിനേറ്റിംഗ് ഹസ്ബൻഡ്. അതായത് ഒരു സബ്മിസീവ് എന്ന് പറഞ്ഞാൽ ഒരു താഴെ തട്ടിലുള്ള തരത്തിലുള്ള ഒരു വൈഫും പിന്നെ ഡോമിനേറ്റ് ചെയ്യുന്നവരും, അതായത് എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന തരത്തിലുള്ള ഒരു ഹസ്ബൻഡും ആയിരുന്നു ഇന്നിയുടെ ഹസ്ബൻഡിൻ്റെയും പിന്നെ വാനയുടെ ഹരീഷും തമ്മിലുള്ള ആ ഒരു റിലേഷൻ. വാന ഈസ് കെയറിങ് വൈഫ്. വാന എന്താണ്? ഒരു കെയറിങ് ആയിട്ടുള്ള ഒരു വൈഫാണ്. ഹരീഷ് ആണെങ്കിലും ഹരീഷ് ഒരു ലവിങ് വൈഫാണ്. പക്ഷെ എന്നിരുന്നാലും എന്താണ്? ദർ ഈസ് നോ സെൻസ് ഓഫ് ഇക്വാലിറ്റി ബിറ്റ്വീൻ ദം. എന്താണ്? അവർ രണ്ടാളുടെ ഇടയിൽ എന്താണ്? ഒരു സെൻസ് ഓഫ് ഇക്വാലിറ്റി ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഉർമീസ് മദർ നെവർ അസേർട്ടഡ് ഹെർസെൽഫ്. എന്താണ്? ഉർമിയുടെ മദറിന് ഒരിക്കലും സ്വയം അവളൊരു അസേർട്ടഡ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ എന്താണ്? ഹെർ ഫാദർ വാസ് ഡോമിനേറ്റിംഗ്. എന്താണ്? അവളുടെ ഫാദർ, അതായത് ഉർമിയുടെ ഇന്നിയുടെ ഹസ്ബൻഡ് എന്താണ്? ഡോമിനേറ്റിംഗ് ആയിട്ടായിരുന്നു ബിഹേവ് ചെയ്തിരുന്നത്. ഷഗുദൈ ആൻഡ് സുലു ഡു നോട്ട് നോ വാട്ട് എ ഹസ്ബൻഡ്സ് ലവ്. എന്താണ്? ബിക്കോസ് ദെയർ ലാസ്റ്റ് ദേ എൻകൗണ്ടർ. എന്താണ്? ഷഗുദയ്ക്കും സുലുവിനും എന്താണ്? ഒരു ഹസ്ബൻഡിൻ്റെ സ്നേഹം എന്താണ് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം ഷഗുദയുടെ ഹസ്ബൻഡ് അവളെ ഉപേക്ഷിച്ച് വേറെ സ്ത്രീയുടെ ഒപ്പം പോയി. സുലുവിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ കൽപ്പനേനെ റേപ്പ് ചെയ്ത് അങ്ങനെയും പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സത്യസന്ധമായിട്ടുള്ള ആ ഒരു സ്നേഹം എന്താണ് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ബിക്കോസ് ഓഫ് ലസ്റ്റാണ് അവരുടെ ആ ഒരു ഇത് തിരിച്ചറിയാത്തതിന് കാരണം ലസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഷഗുദൈ ആൻഡ് സുലൂസ് ഹസ്ബൻഡ് ഹാവ് നോ ലവ് ഫോർ ദം. എന്താണ്? ഓൺലി ഫോർ ലസ്റ്റ്. എന്താണ്? ഷഗുദയ്ക്കും ഹസ്ബൻഡിനും എന്താണ്? അവരോട് പ്രത്യേകിച്ച് ഒരു പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഓൺലി ലസ്റ്റ്. ഇത്രയാണ് കേട്ടോ ഈ ഒരു ടോപ്പിക്കിലുള്ളത്. ദ തീം ഓഫ് ലവ്, മാരേജ് ആൻഡ് സെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് ദ തീം ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. എന്താണ്? ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട കാര്യത്തിൻ്റെ തീമാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വരുന്ന തീം ഓഫ് ലവ്, മാരേജ്, സെക്സ്, തീം ഓഫ് ഫെമിനിസം, തീം ഓഫ് റേപ്പ്, ഇതൊക്കെയാണ് പറഞ്ഞത്. ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ദ തീം ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത്. ശശി ദേശ്പാണ്ഡെ's നോവൽ ജനറലി സെൻറ്റേഴ്സ് ഓൺ ഫാമിലി റിലേഷൻഷിപ്പ്. എന്താണ്? ശശി ദേശ്പാണ്ഡെയുടെ നോവലുകൾ എന്താണ്? ജനറലായിട്ട് പൊതുവായിട്ട് സെൻട്രലൈസ് ചെയ്യുന്നത് എന്തിനാണ്? ഫാമിലി റിലേഷൻഷിപ്പിന്, അതായത് കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളെ പറ്റിയാണ് ശശി ദേശ്പാണ്ഡെ നോവലുകളൊക്കെ സെൻറ്റർ ചെയ്യുന്നത്. ഇൻ ബൈൻഡിങ് വൈൻ ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആർ എക്സ്പ്ലോർഡ് വിത്ത് ഓൾ ദെയർ പോസിബിൾ പ്രോബ്സ് ആൻഡ് കോൺസ്. എന്താണ്? ഇതിൽ നമ്മൾ ബൈൻഡിങ് വൈൻഡിൽ കുറേ തരം റിലേഷൻഷിപ്പുകൾ കാണാം അല്ലേ? ഹസ്ബൻഡ് വൈഫ്, മദർ ഡോട്ടർ, മെയിൽ ഫീമെയിൽ, മദർ ചൈൽഡ്, വിമൺ ബോണ്ടിങ് ആൻഡ് ഹ്യൂമൻ ബോണ്ടിങ്. ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ കുറേ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചു. വാന ആൻഡ് ഹെർ ഹസ്ബൻഡ്, ഉർമി ആൻഡ് ഹസ്ബൻഡ്, പിന്നെ ഇന്നി ആൻഡ് ഹെർ ഹസ്ബൻഡ്, മീര അക്ക ആൻഡ് ദെയർ ഹസ്ബൻഡ്, അങ്ങനെ പലതരത്തിലുള്ള ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് നമുക്കിതിൽ കാണാൻ കഴിയും. മദർ ഡോട്ടർ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ്? ഉർമി ആൻഡ് ഹെർ മദർ ഇന്നി, പിന്നെ ഉർമി ആൻഡ് അനുഷ, പിന്നെ ഷഗുദ ആൻഡ് കൽപ്പന. ഇത്രയൊക്കെ നമുക്ക് മദർ ഡോട്ടർ റിലേഷൻഷിപ്പിൽ കാണാൻ കഴിയുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ റിലേഷൻഷിപ്പിൽ എന്താണ്? ഉർമി ആൻഡ് ഡോക്ടർ ഭാസ്കർ, പിന്നെ മദർ ചൈൽഡ് റിലേഷൻഷിപ്പിൽ ഷഗുദയും ഷഗുദയുടെ മക്കള്. വിമൺ ബോണ്ടിങ്ങിൽ എന്താണ്? ഉർമിയും ഷഗുദയോടും കൽപ്പനയോടും ഉള്ള ആ ഒരു ബോണ്ടിങ്. പിന്നെ എന്താണ്? മീരയും വിമൺ തമ്മിലുള്ള ആ ഒരു ബോണ്ട്. ഹ്യൂമൻ ബോണ്ടിങ് പറഞ്ഞത് ഒരു റിലേഷനും ഇല്ലാത്ത ആൾക്കാർ തമ്മിലുള്ളതാണ് ഹ്യൂമൻ ബോണ്ടിങ്. അതാരൊക്കെ? ഉർമിയും ഷഗുദയും, ഉർമിക്ക് ഷഗുദയോടും അതേപോലെ കൽപ്പനയോടൊക്കെ തോന്നുന്നുള്ള ആ ഒരു ബോണ്ടിങ് ആണ്. ഇത്രയും ബോണ്ടിങ്ങുകളാണ് നമുക്ക് ദ ബൈൻഡിങ് വൈൻ മെന്റൽ നോവലിൽ കാണാൻ കഴിയുന്നത്. റിലേഷൻഷിപ്സ് ദാറ്റ് ടൈസ് ആസ് ടുഗദർ. എന്താണ്? റിലേഷൻഷിപ്സ്, ഓരോരോ ബന്ധങ്ങളാണ് നമ്മളെ ഒരുമിച്ച് കെട്ടുന്നത് എന്നാ പറയുന്നത്. റിലേഷൻഷിപ്പ് ദാറ്റ് ടൈസ് ആസ് ടുഗദർ, ലവ് ദാറ്റ് ഈസ് ദ ബൈൻഡിങ് വൈൻ. എന്താണ്? ബൈൻഡിങ് വൈൻ എന്ന് പറഞ്ഞത് എന്താണ്? കണക്ട് ചെയ്യല്ലേ? സ്നേഹമാണ് എല്ലാവരെയും കണക്ട് ചെയ്യുന്നത് എന്നാണ് പറയണത് കേട്ടോ.
ഉർമി റിയലൈസ് ഹൗ ഓൾ റിലേഷൻഷിപ്സ് ബൈൻഡ് ആസ് അറ്റ് എ ഹ്യൂമൻ ലെവൽ. എന്താണ് ഉർമി എന്താണ് റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെ എന്താണ് എല്ലാ റിലേഷൻഷിപ്പും ഒരു ഹ്യൂമൻ ലെവല് ബൈൻഡ് ചെയ്യുന്നത് എങ്ങനെ അല്ലെങ്കിൽ ബോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഉർമിയിലൂടെ നമുക്ക് റിയലൈസ് ചെയ്ത് തരുന്ന ഒരു കാര്യമാണ്. ഉർമി ഹാസ് നോ റിലേഷൻ വിത്ത് ഷകുതെ ബട്ട് ഓൺ എ ഹ്യൂമൻ ലെവൽ ഷീ ഫീൽസ് വൺ വിത്ത് ദം ഓൾ. എന്താണ് ഉർമി ഹാസ് നോ റിലേഷൻ വിത്ത് ഷകുതെ. ഉർമിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഉർമിക്ക് ഷകുതയോ അല്ലെങ്കിൽ കൽപ്പനയോ അറിയുക കൂടിയില്ല. ഹോസ്പിറ്റലിലേക്ക് വാനനെ പിക്കപ്പ് ചെയ്യാൻ പോകുമ്പോഴാണ് ഇവരുടെ ന്യൂസ് അറിയുന്നത്. അപ്പം അങ്ങനെ അതിലൊരു സഹതാപം തോന്നിയിട്ട് അവരിൽ ഒരാളായിട്ട് അവരോടൊപ്പം നിന്ന് അവരുടെ ഇതിൽ ഫീൽ ചെയ്യുന്നതാണ് ഉർമിയുടെ ക്യാരക്ടർ. ഉർമി ഹാസ് നോ റിലേഷൻ വിത്ത് ഷകുതെ ബട്ട് ഓൺ എ ഹ്യൂമൻ ലെവൽ ഒരു മനുഷ്യത്വത്തിൻ്റെ ആ ഒരു ലെവലിലാണ് അവരോടൊപ്പം ചേർന്ന് അവരുടെ പ്രശ്നങ്ങളിൽ എല്ലാ കാര്യങ്ങളും സൊല്യൂഷൻ കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നത് ഉർമി കേട്ടോ. ഷകുതെ ഗീവ്സ് ഫുൾ ഫെയ്ത്ത് ഇൻ ഉർമി. എന്താണ് ഷകുതയ്ക്കോ അല്ലെങ്കിൽ ഉർമിയെ അറിയില്ല, ഉർമിക്ക് ഷകുതയെ അറിയില്ല. പക്ഷേ എന്താണ് അവർക്ക് രണ്ടുപേർക്കും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവുകയാണ് അല്ലേ. എന്താണ് ആ ഒരു ഷകുതയ്ക്ക് അപ്പോൾ എന്താണ് അങ്ങനെ ഉർമി അവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവർ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുക അതിനു വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഷകുതയ്ക്കും എന്താണ് ഉർമിയിലൊരു വിശ്വാസം വന്നു തുടങ്ങുകയാണ്. എറൗണ്ട് ഉർമി ഷകുതൈ ഫീൽസ് സെക്യൂർ ആൻഡ് സീക്ക് ഉർമീസ് അഡ്വൈസ്. എന്താണ് ഉർമി ഒപ്പം ഉണ്ടാകുമ്പോൾ എന്താണ് ഷകുതയ്ക്ക് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യണം, ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് സീക്ക് ഉർമീസ് അഡ്വൈസ്. എന്താണ് ഉർമിയോട് ഓരോ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഉർമിയുടെ അഡ്വൈസുകൾ ചോദിച്ചറിയുന്നുണ്ട് ആര് ഷകുതൈ. ഉർമി സ്റ്റാൻഡ്സ് ആസ് ഹെർ ആങ്കർ. എന്താണ് ഉർമി ഷകുതയുടെ ഒരു ആങ്കർ ആയിട്ടാണ് നിലകൊള്ളുന്നത്. ആൻഡ് ഷീ ബിക്കംസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഷകുതൈ ആൻഡ് ദ ഡോക്ടർ, ഷകുതൈ ആൻഡ് വാന ആൻഡ് ദ ഷകുതൈ ആൻഡ് ദ മീഡിയ. എന്താണ് ഉർമി എന്താണ് ഷകുതയ്ക്കും ഡോക്ടറിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് ഒരു പാലമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അതേപോലെ ഷകുതയും വാനയ്ക്കും ഇടയിലുള്ള ഷകുതയും മീഡിയയ്ക്കും ഇടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ടാണ് ഉർമീനെ കണക്കാക്കുന്നത്. ഹ്യൂമൻ റിലേഷൻഷിപ്പ് മീൻസ് ബിൽഡിംഗ് ബ്രിഡ്ജ് ബിറ്റ്വീൻ സിറ്റുവേഷൻസ് ആൻഡ് അക്രോസ് ദ പീപ്പിൾ. എന്താണ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് കൊണ്ട് അതായത് മനുഷ്യനും തമ്മിലുള്ള ബന്ധം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ബിൽഡിംഗ് ബ്രിഡ്ജ് ബിറ്റ്വീൻ സിറ്റുവേഷൻ ആൻഡ് അക്രോസ് ദ പീപ്പിൾ. എന്താണ് ഒരു സാഹചര്യം അല്ലെങ്കിൽ മനുഷ്യനും തമ്മിലുള്ള അതിൻ്റെ രണ്ടിനും ഇടയിൽ ഒരു പാലമായിട്ട് വർത്തിക്കുകയാണ് എന്താണ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത് കേട്ടോ. മാൻ വിമൺ റിലേഷൻഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ദ ബ്രിഡ്ജ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നതാണ് ബന്ധം ബ്രിഡ്ജ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് പരസ്പരം മനസ്സിലാക്കുന്നതിൻ്റെ ഒരു പാലമായിട്ടാണ് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെ കണക്കാക്കപ്പെടുന്നത്. മീര ആൻഡ് ഹർ ഹസ്ബൻഡ്സ് റിലേഷൻഷിപ്പ്. മീര വാസ് ലുക്കിംഗ് ഫോർ ലവ്, ഷീ ഗോട്ട് ഇറ്റ് ഒബ്സസീവ് വേർഷൻ. എന്താണ് മീരയുടെയും അതേപോലെ മീരയുടെ ഹസ്ബൻഡിൻ്റെയും കാര്യം വെച്ച് നോക്കുമ്പോൾ എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീര ആൻഡ് ഹർ ഹസ്ബൻഡ്. മീര വാസ് ലുക്കിംഗ് ഫോർ ലവ്. എന്താണ് മീര സ്നേഹത്തിന് വേണ്ടിയാണ് മീര ആഗ്രഹിക്കുന്നത്. പക്ഷേ അവൾക്ക് തിരിച്ച് കിട്ടിയത് എന്താണ് ഒരു ഒബ്സസീവ് ആയിട്ടുള്ള ഒരു വേർഷൻ, അതിൻ്റെ ഒരു സെക്യൂർ അല്ലാത്ത ഒരു വേർഷനാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. കിഷോർ ഈസ് അൺഡെമോൺസ്ട്രേറ്റീവ് ആൻഡ് റിമോട്ട്, വാന ഈസ് ഇൻസെക്യൂർ. എന്താണ് കിഷോർ എന്താണ് ഒരു ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല, പിന്നെ ഒരു റിമോട്ട് ഏരിയയിലുള്ള തരത്തിലുള്ള ഒരു റിമോട്ടായിരുന്നു. പിന്നെ എന്താണ് വാന എന്താണ് ഇൻസെക്യൂർ. വാനയുടെ ഹസ്ബൻഡിൽ നിന്ന് എന്താണ് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുകയാണ്. പരസ്പരം അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവർക്കൊരു ഇൻസെക്യൂരിറ്റി അവൾക്ക് ഫീൽ ചെയ്യാണ് വാനയ്ക്കും വാനയുടെ ഹസ്ബൻഡിനും. They do not fail to establish healthy relationship in life. Vana and Kishore are happy. Urmi and Kishore are also happy. അവർ രണ്ടുപേരും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്താണ് അവർ രണ്ടുപേരും എന്നാലും ഹാപ്പി ആയിരുന്നു. ഇൻസെക്യൂർ ആണെങ്കിലും എന്താണ് ദേ ബോത്ത് ആർ ഹാപ്പി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മദർ ഡോട്ടർ റിലേഷൻഷിപ്പുകളാണ് കേട്ടോ. മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ഈസ് ഫ്രജൈൽ. ആരുടെ കേസിൽ ഉർമി ആൻഡ് ഇന്നി, ഉർമിയുടെയും ഇന്നിയുടെയും കേസിൽ മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത് എന്താണ് ഒരു
ഫ്രജൈൽ ആയിട്ടാണ് ഈ നോവലിൽ കണക്കാക്കപ്പെടുന്നത്. എന്താണ്? ഉർമി ആൻഡ് ഇന്നി ആർ ഓൾവേസ് ആർഗ്യൂയിങ്. എന്താണ്? ഉർമിയും ഇന്നിയും എപ്പോഴും ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഉർമി ഈസ് ഷാർപ്പ് ടങ്ക്ഡ് ആൻഡ് ഫ്ലിപ്പൻറ്റ് വിത്ത് ഹെർ മദർ. എന്താണ്? ഉർമി അമ്മയോട് എങ്ങനെയാണ് പെട്ടെന്ന് ഷാർപ്പ് ടങ്ക്ഡ്, പെട്ടെന്ന് ദേഷ്യപ്പെട്ട തരത്തിലുള്ള സ്വഭാവമായിരുന്നു ഉർമിക്ക് ഉണ്ടായിരുന്നത്. വെൻ ഹെർ മദർ ഷോസ് കൺസേൺ ഫോർ ഹെൽത്ത് ഉർമി ഓഫൺ ഗെറ്റ്സ് ഇറിറ്റേറ്റ്. എന്താണ്? ഉർമിയുടെ അമ്മയുടെ അവളുടെ ഹെൽത്തിൽ കോൺഷ്യസ് ആകുമ്പോൾ അല്ലെങ്കിൽ അത് കൺസേൺ കാണിക്കുമ്പോൾ എന്താ അവൾക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് ഉർമിക്ക് ഫീൽ ചെയ്തിരുന്നത്. ദെയർ കോൺവെർസേഷൻ ഈസ് നെവർ നോർമൽ. എന്താണ്? അവർ തമ്മിലുള്ള കോൺവെർസേഷൻ, ഉർമിയുടെ അമ്മയായ ഇന്നിയും തമ്മിലുള്ള കോൺവെർസേഷൻ എന്താണ്? ഒരിക്കലും ഒരു അമ്മയും മകളും തമ്മിലുള്ള ഒരു നോർമൽ ആയിട്ടുള്ള തരത്തിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നില്ല. പിന്നെ എന്താണ്? ഇറ്റ് വാസ് ഓൾവേസ് ഷാർപ്പ്. എന്താണ്? ഭയങ്കര ഷാർപ്പായിട്ടായിരുന്നു. പ്രോബബ്ലി ഉർമി ഹാർബേഴ്സ് എ സീക്രട്ട് ഗ്രഡ്ജ് അഗെയിൻസ്റ്റ് ഹെർ മദർ ഫോർ സെൻഡിങ് ഹെർ അവേ ടു റാണി ദുർഗ. എന്താണ്? അവൾക്ക് ദേഷ്യം തോന്നാൻ കാരണം അങ്ങനെ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് അമ്മേനെ കാണുമ്പോൾ അല്ലെങ്കിൽ അമ്മയോട് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഷാർപ്പ് ടങ്ക്ഡായിട്ടുള്ള സംസാരിക്കാൻ കാരണം എന്താണ്? ഉർമീനെ റാണി ദുർഗയ്ക്ക് അവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് റാണി ദുർഗയിലേക്ക് അയച്ചതാണ് ഉർമിയുടെ മെയിൻ റീസൺ. ഉർമീസ് പെർസെപ്ഷൻ ഓൺലി ക്ലിയേഴ്സ് വെൻ ഹെർ മദർ ടെൽസ് ഹെർ ഹൗ ഹെർ ഫാദർ ടുക്ക് ദ ഡിസിഷൻ സിംഗിൾ ഹാൻഡഡ്ലി വിത്തൗട്ട് ഈവൻ ആസ്കിങ് ഇന്നി. എന്താണ്? ഇന്നിയോട് ചോദിക്കും കൂടി ചെയ്യാതെ സ്വന്തമായിട്ട് തീരുമാനമെടുത്തതാണ് ഉർമീനെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തേക്ക് റാണി ദുർഗയിലേക്ക് വിടണം എന്നുള്ളത്. അത് ഉർമിയുടെ അമ്മ പറയുമ്പോഴാണ് ഉർമി സത്യാവസ്ഥ അറിഞ്ഞത്. ദെൻ ഉർമി ഫീൽ സോറി ഫോർ ഹെർ മദർ. അപ്പോഴാണ് ഉർമി ഇത്രയും കാലം അമ്മയോട് ചെയ്തതിനോട് അവൾക്ക് സങ്കടം തോന്നുന്നത്. ആൻഡ് ഷീ നോസ് ഹൗ ഡോമിനേറ്റിംഗ് ഹെർ ഫാദർ കുഡ് ബി. എന്താണ്? അവൾ മനസ്സിലാക്കുകയാണ് എത്രത്തോളം ഡോമിനേറ്റിംഗ് ആണ് അവളുടെ അച്ഛൻ എന്നുള്ള സത്യാവസ്ഥ അവൾ മനസ്സിലാക്കുകയാണ്. ദ മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ഇൻ ഓൾസോ സീൻ ഇൻ ടെൻഡർ ആസ്പെക്ട് ത്രൂ ഉർമി ആൻഡ് അനൂസ് റിലേഷൻഷിപ്പ്. എന്താണ്? ഇനി നെക്സ്റ്റ് മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ആരാണ്? ഉർമിയും ഉർമിയുടെ മകളായിട്ടുള്ള അനുഷയും തമ്മിലാണ് കേട്ടോ. എന്താണ്? അവർ തമ്മിൽ എങ്ങനെ നല്ലൊരു കണ്ടീഷനിലായിരുന്നു അല്ലേ. ഉർമി ലൈക്ക് എ ട്രീ ആൻഡ് ഹെർ ഇൻഫൻറ്റ് ഡോട്ടർ ഈസ് ലൈക്ക് എ ക്രീപ്പർ അറൗണ്ട് ഹെർ. ഉർമി എന്താണ്? ഉർമിയെയും ഉർമിയുടെ മകളെയും അവരുടെ റിലേഷനിലേക്ക് എന്താണ് ഒരു ട്രീ ഓരോന്നുമായിട്ട് കൺസിഡർ ചെയ്യുകയാണ്, ഉപമിക്കുകയാണ്. എന്താണ്? ഉർമി എന്തുമായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്? മരവും പിന്നെ എന്താണ്? ഉർമിയുടെ മകളെ ക്രീപ്പർ, വള്ളി, അവളെ ചുറ്റി പറ്റിക്കിടക്കണ ഒരു വള്ളിയായിട്ട് അവളുടെ മകളെയും കൺസിഡർ ചെയ്യാണ്. ഹെർ ഡോട്ടർ ഈസ് ഹെർ വേൾഡ്. എന്താണ്? ഉർമിയുടെ മകളെന്ന് പറഞ്ഞത് എന്താണ്? അവളുടെ ലോകം തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഹെർ പാസിങ് എവേ ലീവ്സ് ഉർമി എംപ്റ്റി. എന്താണ്? ഉർമിയുടെ മകൾ അനുഷ മരിച്ചപ്പോൾ എന്താണ്? ഉർമിക്ക് വല്ലാത്തൊരു ശൂന്യത ഫീൽ ചെയ്യണം, എംപ്റ്റിനെസ് ഫീൽ ചെയ്യാണ്. ശശി ദേശ്പാണ്ഡെ എക്സ്പ്ലോർ ദ മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് അറ്റ് യെറ്റ് അനദർ ലെവൽ വെൻ ഷീ ഡിസ്ക്രൈബ് ശകുദയ് ആൻഡ് കൽപ്പനാസ് റിലേഷൻ. എന്താണ്? വേറൊരു തരത്തിലുള്ള മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ആരാണ്? ശകുദയും കൽപ്പന. അത് വേറൊരു തരത്തിലാണ് ശശി ദേശ്പാണ്ഡെ നമുക്ക് റിവീൽ ചെയ്ത് കാണിച്ചിരുന്നത്. കൽപ്പന ഈസ് നോട്ട് റെസ്പെക്ട് ടു ഹെർ മദർ, ഷീ റിജക്റ്റഡ് ഹെർ മദേഴ്സ് അഡ്വൈസ്. എന്താണ്? കൽപ്പന എന്താണ്? അമ്മയുടെ വാക്കുകളൊന്നും അനുസരിച്ചിരുന്നില്ല, എപ്പോഴും അവളെ റിജക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഷീ റിജക്ട് ഹെർ മദേഴ്സ് advice and follow her own whims with dressing up, going out and in her decision to marry the boy of her choice. എന്താണ്? പുറത്തേക്ക് പോകുന്നു, ഡ്രസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവളുടെ ചോയ്സ് ഓഫ് മാരേജ് ഒക്കെ അവളുടെ സ്വന്തം ഇഷ്ടത്തിനായിരുന്നു. ഒന്നും അമ്മ പറയുന്നത് അവൾ അനുസരിച്ചിരുന്നില്ല. മീര ഡസ് നോട്ട് അബൈഡ് ഹെർ മദേഴ്സ് റൂൾ സെറ്റ് ഓഫ് എ ഡോട്ടർ. മീര എന്താണ്? അമ്മ നിശ്ചയിച്ചിട്ടുള്ള ഒരു മകൾക്ക് വേണ്ട റൂൾസ് എന്താണെന്ന് അമ്മ നിശ്ചയിച്ചിട്ടുള്ള ആ റൂളുകൾ ഒരിക്കലും അബൈഡ് ചെയ്തിരുന്നില്ല എന്നാണ് പറയുന്നത്. So she fails to identify with herself, self-effacing and weak mother. വെരി സ്ട്രോങ്. നെക്സ്റ്റ് എന്താണ്? ഇപ്പോൾ മദർ ഡോട്ടർ റിലേഷൻഷിപ്പുകൾ ആരൊക്കെ പറഞ്ഞു? മദർ ഡോട്ടർ റിലേഷൻഷിപ്പിൽ ഉർമി ആൻഡ് ഇന്നി പറഞ്ഞു, ഉർമി ആൻഡ് അനുഷ പറഞ്ഞു, ശകുദയ് ആൻഡ് കൽപ്പന പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? വിമൺ ബോണ്ടിങ് ആണ്. സ്ത്രീയും തമ്മിലുള്ള ബോണ്ടിങ് അല്ലേ. വിമൺ ബോണ്ടിങ് സീൻ ത്രൂ മീര ആൻഡ് കൽപ്പന. മീര ആൻഡ് കൽപ്പനയിലൂടെയാണ് നമുക്ക് വിമൺ ബോണ്ടിങ് കാണാൻ കഴിയുന്നത്. പക്ഷേ എന്താണ്? മീര എന്ന് പറഞ്ഞത് മരിച്ച ആളാണ്, കൽപ്പന എന്ന് പറയുന്നത് നിയർ ടു ഡെത്ത് കണ്ടീഷനിലാണ്. മീര ഈസ് ഡെഡ്. ഹെർ ഡയറീസ് ആൻഡ് പോയംസ് ഉർമി റീഡ്സ് ഫോർ ഓൾ വിമൺ. എന്താണ്? ഉർമി പറഞ്ഞത് മരിച്ച ഒരാളാണ് അല്ലേ. അപ്പോൾ ആ മരിച്ച ആളും എങ്ങനെയും ബെഡ് റിട്ടേൺ ആയിട്ടുള്ള ആളും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ്? ഉർമി, മീര ഈസ് ഡെഡ് ആൻഡ് ഗോൺ ബട്ട്
ബട്ട് ഇൻ ഹെർ ഡയറീസ് ആൻഡ് പോയംസ് ഉർമി റീഡ്സ് എ മെസ്സേജ് ഫോർ ഓൾ വിമൺ. എന്താണ്, എല്ലാ സ്ത്രീകൾക്കും ഉള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് ഉർമിയുടെ ഡയറികളും പോയംസൊക്കെ ഉർമി വായിക്കുന്നത്. ഉർമി ഓൾസോ എംപതൈസ് വിത്ത് കൽപ്പന ആൻഡ് ശകുത. ഉർമിക്ക് കൽപ്പനയോടും ശകുതയോടും ഒരു എംപതൈസ് തോന്നുകയാണ്. ഷീ ഈസ് ടെൻഡർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ടുവേർഡ്സ് ദം. എന്താ, ഉർമി എന്ന് പറയുന്നത് ഒരു മൃദുവായിട്ടുള്ള ഒരു ആളാണ്. എന്താ, അവൾക്ക് അവളുടെ മറ്റുള്ളവരുടെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ട്. ഹെർ ഹേർട്ട് ഗോസ് ഔട്ട് ടു ശകുത ആൻഡ് ഷീ ജോയിൻസ് ഹെർ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്. എന്താണ്, അവർ ഉർമി അവരുടെ ഒപ്പം കൂടിയിട്ടും പിന്നെ എന്താണ് അവരുടെ ആ ഒരു ഇൻജസ്റ്റിസിനെതിരായിട്ടുള്ള അവരുടെ ഫൈറ്റിൻ്റെ കൂടെ ഉർമി അവരുടെ കൂടെ കൂടാണ്. ദ എൻഡിങ് ഓഫ് ദ നോവൽ സം അപ്പ് ഉർമീസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സ്ട്രോങ് ബോണ്ട്സ് ഓഫ് റിലേഷൻഷിപ്പ് ദാറ്റ് ടൈസ് അസ് ഹ്യൂമൻ അറ്റ് എ ഹ്യൂമൻ ലെവൽ. എന്താണ്, ഒരു ഹ്യൂമൻ ലെവലിൽ മനുഷ്യന്മാരെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് അല്ലേ. ആ ഒരു ഉർമീസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്ട്രോങ് ബോണ്ട് ഓഫ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങളുടെ ആ ഒരു സ്ട്രോങ്, അതായത് ദൃഢമായിട്ടുള്ള ആ ഒരു ബോണ്ട് ഉർമി മനസ്സിലാക്കുകയാണ് അല്ലേ. ആൻഡ് ആക്ട് ഓഫ് ലിവിങ് മേ ബി ഫ്യൂട്ടൈൽ ബട്ട് വി ഓൾസോ സ്ട്രഗിൾ ടു സർവൈവ് ബിക്കോസ് വി ത്രൈവ് ത്രൂ റിലേഷൻഷിപ്പ്. എന്താണ്, നമ്മൾ എന്തൊക്കെ കഷ്ടപ്പാടുകളുണ്ടെങ്കിലും നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിലൂടെ നമ്മൾ അതൊക്കെ തരണം ചെയ്ത് ജീവിക്കുകയാണ് എന്നാണ് എൻഡിങ്ങിൽ, നമ്മുടെ ഈ നോവലിൽ എൻഡിങ്ങിലൂടെ ഉർമി നമുക്ക് തുറന്ന് കാണിച്ചു തരുന്ന കാര്യങ്ങൾ. ഇത്രയാണ് ദ ബൈൻഡിങ് വൈൻ ആൻഡ് ദ തീംസ് എന്ന് പറഞ്ഞ യൂണിറ്റ് 3യിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. തീമുകളാണ് ഇതിൽ ഈ ചാപ്റ്ററിൽ ഫുള്ള് പറയണത്. തീം ഓഫ് റേപ്പ്, തീം ഓഫ് ഫെമിനിസം, തീം ഓഫ് ലവ്, സെക്സ്, മാരേജ്, തീം ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം ലൈവ് ക്ലാസ് വരുമ്പോൾ കേട്ടോ.